സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ അവസാന ദിവസം 4-ാം ദിനത്തിലെ കൺക്ലൂഡിങ് സെഷൻസിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അതിഥിയായിട്ടുള്ളത് ആദരണീയനായ കേരള നിയമസഭയുടെ സ്പീക്കർ ശ്രീ എൻ ഷംസീർ. നമ്മുടെ ടോപ്പിക്ക് തന്നെ സ്പീക്ക് ഫോർ ഫ്യൂച്ചർ എന്നാണ്. ഭാവിയെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ, ചേഞ്ചുകൾ, ഇതൊക്കെയാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത്. അപ്പോൾ തുടക്കം, ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തുടക്കം യുവജനങ്ങളിൽ നിന്ന് തുടങ്ങാം, യൂത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ യൂത്ത് പ്രത്യേകിച്ചും ഇക്കാലത്ത് അവർക്ക് ലീഡേഴ്സിനോടുള്ള ഒരു ട്രസ്റ്റ്, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനോടുള്ള ഒരു ട്രസ്റ്റ് എന്ന് പറയാൻ കാരണം, നമുക്കിപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ പുതുക്കുന്ന സമയത്ത് ഒത്തിരി പേര് ലിസ്റ്റിൽ പേര് ചേർക്കാതെ മാറി നിൽക്കുന്നു, ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ നിന്ന് മാറി നിൽക്കുന്നു. ആ ട്രസ്റ്റ് പോകാനുള്ള കാരണം എന്താണ് സ്പീക്കറുടെ അഭിപ്രായത്തിൽ? അതിനെ റീബിൽഡ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അങ്ങനൊരു ട്രസ്റ്റ് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യൂത്തൊക്കെ വോട്ടർ പട്ടികയിൽ നല്ല നിലയിൽ തന്നെ ഉണ്ട്. ജാനുവരി 31 18 വയസ്സാവുന്ന ആളുകൾക്ക് ഇലക്ട്രൽ റോളിൽ പേര് ചേർക്കാനുള്ള സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ടോം പറഞ്ഞ ഒരു ഭാഗം, പൊളിറ്റിക്സിനോട് താല്പര്യമില്ല എന്നുള്ള ഭാഗം ശരിയാണ്. പക്ഷേ തിങ്സ് ആർ നൗ ചേഞ്ചിങ്. യൂത്ത് പൊളിറ്റിക്സിന് ഒരുപക്ഷെ അവർ ഈ പാർട്ടി പൊളിറ്റിക്സിൻ്റെ ഭാഗമായി വരുന്നില്ലെങ്കിലും വളരെ കൃത്യമായി രാഷ്ട്രീയം ഒബ്സർവ് ചെയ്തുകൊണ്ട് വോട്ടിംഗ് പ്രോസസ്സിലൊക്കെ പങ്കെടുക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ആ നിലയിൽ തന്നെ യൂത്തിനെ അപ്പോളിറ്റിക്കലാക്കാൻ പാടില്ല. ദേ നീഡ് പോളിറ്റിക്സ്, ഐദർ റൈറ്റ്, ലെഫ്റ്റ് ഓർ സെൻറ്റർ. ഇവിടെ ഇരിക്കുന്ന യൂത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഉണ്ടാവണം. യു ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ്. യു ഷുഡ് ഗോ ഫോർ വോട്ടിംഗ്. വോട്ടിംഗ് പ്രോസസ്സിനകത്ത് മാറി നിൽക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ ഒരു വോട്ടെന്ന് പറഞ്ഞാൽ വളരെ വിലയേറിയ സംവിധാനം. ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പൗരൻ നിലക്ക് നിങ്ങളുടെ റെക്കഗ്നീഷനാണ് വോട്ടിംഗ് പ്രോസസ്സ്. അതിനകത്ത് പങ്കെടുക്കണം. ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഒരു പ്രവണതയെ കാണിച്ചുകൊണ്ട് പൊളിറ്റിക്സ് ആകെ മോശമാണെന്ന രീതിയിലേക്ക് വിലയിരുത്താൻ പാടില്ല. പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയവും തന്നെയാണ് ഈ രാജ്യത്തെയും ഈ നാടിനെയും രൂപപ്പെടുത്തിയത്. ദേ ഗേവ് അവർ ടുഡേ ഫോർ അവർ ടുമാറോ. നമ്മുടെ നാളേക്ക് വേണ്ടി അവരവരുടെ ഇന്ന് നൽകിയവരാണ്. അങ്ങനെ ഫ്രീഡം ഫൈറ്റിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്, പല സ്ട്രഗിൾസിനും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആകത്തുകയാണ് ഈ രാജ്യം. അതുകൊണ്ട് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ നിന്ന് ആരും മാറി നിൽക്കാൻ പാടില്ല എന്നാണ് ബീങ് എ സ്പീക്കർ എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ്. ഞാനങ്ങനെ പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു യുവജന ശാക്തീകരണം എന്ന് പറഞ്ഞൊരു വിഷയത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അന്നേരം നമ്മുടെ യൂത്ത് റെപ്രസെൻറ്റേഷനായിട്ട് അങ്ങയുടെ തന്നെ യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വസീഫും, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജനീഷും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തൃക്കാക്കര മണ്ഡലത്തിൽ തന്നെ 87,000 വോട്ടുകളുണ്ട് ചേർക്കാനുണ്ടെന്നാണ് കണക്കാണ് അവർ മുമ്പോട്ട് വെച്ചത്. അപ്പോൾ യൂത്തിന് അതിനോടുള്ള താല്പര്യം, അതായത് അവർ പല കാര്യങ്ങളിലും ബിസിയാണ്, ഞങ്ങളിന്ന് ചെയ്തില്ലെങ്കിലും ഇക്കാര്യം നടന്നു പൊക്കോളും എന്നൊരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമുക്ക് മാറ്റാൻ, അവരെ കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു സർഗാത്മകമായ ഐഡിയ ഉണ്ടോ? അതിപ്പോൾ ഒരു തൃക്കാക്കര ഒരു സെഗ്മെൻറ്റ് കാണിച്ച് ഇതാണ് കേരളത്തിൻ്റെ ആകെ സീൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തൃക്കാക്കര ഒരു അർബൻ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പ്രത്യേകിച്ച് IT രംഗത്തൊക്കെ കുറേ ആളുകളുള്ള അവിടെ. ഇപ്പം പൊതുവിൽ ഞാൻ ഇലക്ഷൻ ക്യാമ്പയിന് പോയതാണ്. പൊതുവിൽ യൂത്തിനോട് മാത്രമല്ല, പൊതു ആളുകൾക്കും വേണ്ടത്ര പൊളിറ്റിക്സിനോട് താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ യൂത്ത് പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെടണം. അതിൽ യൂത്ത് ഓർഗനൈസേഷൻസ് നല്ല ഇനീഷ്യേറ്റ് ചെയ്യണം. അതിലിപ്പോൾ കണ്ടുവരുന്ന പ്രവണത റീൽസാണ്. എല്ലാവരും റീൽസും റിയൽ ലൈഫും തമ്മിലൊരു ബന്ധവുമില്ല. ഇപ്പം ഞാൻ വരുമ്പം തന്നെ നിങ്ങൾ റീൽസ് എടുക്കുന്നത്, ഞാനൊന്നും ആ ഒരു കോമ്പിനേഷനൊന്നും ആളുകളല്ല. ഞാൻ ഇറങ്ങുമ്പം തന്നെ ക്യാമറക്കാരാണ്. ഇനിയിപ്പോൾ നിയമസഭ സ്പീക്കറായിരിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് അറിയുന്നില്ല ട്രെൻഡ് എങ്ങനെയാണ്. ഞാനൊക്കെ പഠിച്ച ഫോട്ടോ എടുക്കൽ ഇങ്ങനെയാണ്, ഇത് നോക്കുമ്പോൾ ഇങ്ങനെയാണ്, നമുക്ക് തിരിയുന്നില്ല. ഞാൻ ചോദിച്ചു ഇതെന്തോടെ ഇങ്ങനെ. അപ്പോൾ പുതിയ ട്രെൻഡ് അങ്ങനെയാണ് പോലും. അപ്പോൾ റീൽസ് റിയൽ ലൈഫും തമ്മിൽ, റീൽസ് ലൈഫും റിയൽ ലൈഫും തമ്മിലൊരു ബന്ധവുമില്ല. റിയൽ ലൈഫ് വളരെ പ്രധാനമാണ്. അതിനകത്ത് അവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യലാണ്. നമ്മളൊരു മാർച്ച് നടത്തി ഒരു 30 സെക്കൻഡ് റീൽ ഉണ്ടാക്കിക്കൊണ്ട് കാര്യം പരിഹരിക്കപ്പെടണം. അവരുടെ വിഷയങ്ങളെ സത്യസന്ധമായി അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് ആ നിലയിൽ കേരളത്തിലെ യൂത്ത് ഓർഗനൈസേഷൻസ് അഡ്രസ്സ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതിനെ കണക്ട് ചെയ്ത് തന്നെ ചോദിക്കാം. നമുക്കൊരു സെഷൻ ഉണ്ടായിരുന്നു, റീൽ ടു റിയൽ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ
രണ്ട് സെനാറിയോ എടുക്കുക. ഒന്നൊരു പൊളിറ്റിക്കൽ പോപ്പുലാരിറ്റി, അതെന്ന് വെച്ചാൽ നമ്മൾ റീൽസും അതുപോലെ തന്നെ വളരെ ഇൻസ്റ്റൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ പൊളിറ്റീഷ്യൻസും, ഇപ്പോൾ എല്ലാം നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക പൊളിറ്റീഷ്യൻസും അത് ചെയ്യുന്നുണ്ട്. അവരുടെ പേജുകൾ പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. രണ്ടെന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പ്രോമിസാണ്. അതായത് ഒരു ഇൻസ്റ്റൻ്റായിട്ടൊന്നും എക്സ്പ്ലിസിറ്റായിട്ട് പറയുന്നില്ല, പക്ഷേ ഞാനൊരു ലോങ് ടൈം പ്രോമിസ് കൊടുക്കുന്നു. അതിൽ അങ്ങ് പറഞ്ഞതുപോലെ, സ്പീക്കർ പറഞ്ഞതുപോലെ റീൽസിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ലോങ് ടൈം പ്രോമിസിൽ എന്തുകൊണ്ട് ആളുകൾ വിശ്വസിക്കണം, അതിനുള്ളൊരു പേഷ്യൻസ് ഇന്നത്തെ യൂത്തിനുണ്ടോ? അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ളൊരു പേഷ്യൻസ് യൂത്തിനുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്, ടു ബി ഹോണസ്റ്റ്. ഇപ്പോൾ ഫോമോയുടെ കാലമാണ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ആ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിൽ സ്വാഭാവികമായി അറ്റൻഷൻ കുറയുന്നുണ്ട്. ആ അറ്റൻഷൻ സ്പാൻ കുറയുന്നുണ്ട്. 30 സെക്കൻഡ് അപ്പുറം ഞാൻ തന്നെ ഇപ്പോൾ നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ കുറച്ച് കസേരക്ക് ആളുകൾ ഏതാണ്ട് ഫില്ലാന്ന് പറയുമെങ്കില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി സിനിമാ തിയേറ്ററിൽ ഇരുന്നോണ്ട് അമർന്നിരുന്നോണ്ടോ അറിയില്ല, കുറേ ആൾ കാണുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയാം, ഇത് കുറച്ച് നീണ്ടുപോയി അവനവൻ മെല്ലന തടി കഴിച്ചലാക്കി വിടുന്നു. എങ്ങനെയാണ് പോവാൻ നിങ്ങൾ മെല്ലന ഇതെടുത്തിട്ട് ചെവിയിൽ വെക്കൂ. ആരും വിളിച്ചിട്ടുണ്ടാവില്ല, വെറുതെ അങ്ങ് ഇറങ്ങുകയാണ്. എന്നാൽ ഈ ഇരിക്കുന്ന കാണുന്ന ആളെ മുഷിപ്പിക്കേണ്ട ആളുകൊണ്ട് എന്ത് അത് ദൈർഘ്യമായി പോയാൽ, ഏത് കാര്യവും ദീർഘമായി പോയി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് എനിക്ക് ടോം വളരെ ക്രിയേറ്റീവായിട്ട് 30 സെക്കൻഡേ വെച്ചിട്ടുള്ളൂ. വളരെ കറക്റ്റ് ഡിസിഷനാണ്. എന്നോട് പറഞ്ഞ 30 മിനിറ്റാണ്, അതിനുള്ളിൽ തീർന്ന് ഞാനൊക്കെ വലിയ സന്തോഷം. കാരണം ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ യൂത്തിനെ പ്രൊമോട്ട് ചെയ്യണമെന്നുകൊണ്ടാണ് വന്നത്. ഞാൻ സാധാരണ നിലയിൽ ഒരു MLA-യും ഒരു ജനപ്രതിനിധിയും ഈ ഒരു ഘട്ടത്തിൽ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസി വിടൂല. പക്ഷേ ടോമിന് എനിക്ക് വലിയ ഇഷ്ടമാണ്. അയാളുടെ എൻ്റർപ്രണർഷിപ്പിനെയും അയാളുടെ ആ ഒരു നല്ല എന്തൂസിയാസ്റ്റിക്കായി കാര്യങ്ങൾ ചെയ്യുന്ന ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ സമയം കണ്ടെത്തി വന്നത്. അങ്ങനെ ഒരു യൂത്ത് യങ്സ്റ്ററാണ്, വളരെ യങ്ങാണ്. ആ എന്തൂസിയാസ്റ്റിക്കായി ഒരു യങ്സ്റ്റർ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് ഞാനിവിടെ വന്നത്. ഞാൻ റീൽസ് ലൈഫിലല്ല വിശ്വസിക്കുന്നത്. ഐ എം നോട്ട് ബിലീവിങ് ഇൻ PR, ഐ എം ബിലീവിങ് ഇൻ HR. എന്താ HR? ഹ്യൂമൻ റിലേഷൻ, ഹാർട്ട് റിലേഷനാണ്, ഹ്യൂമൻ റിലേഷനാണ്. അതേ നിൽക്കുള്ളൂന്ന്. മറ്റെല്ലാം കുറച്ച് കഴിഞ്ഞാൽ മറ്റതൊക്കെ ബബിൾസാണ്. ബബിൾസ് എങ്ങനെയാ? ഒരു ചെറിയ മുട്ട സൂചി തട്ട പൊട്ടിപ്പോകും. നിങ്ങൾക്ക് കുറച്ച് കാലം അയാൾ വമ്പനാണ് കേട്ടോ, തരക്കേടില്ല, ഇംപ്രഷൻ നിങ്ങൾക്ക് കുറച്ച് കാലം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, യു സ്റ്റാൻഡ് വിത്ത് ദ പീപ്പിൾ. ജനങ്ങളുടെ കൂടെ നിൽക്കണം, ചെറുപ്പക്കാരുടെ കൂടെ നിൽക്കണം, അവരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം. അവിടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ലോങ് ടേം ആയി നിങ്ങൾക്ക് ബന്ധം ഉണ്ടാവും. കുറച്ച് കാലം അയാൾ വലിയ ആളാണ് കേട്ടോ, തരക്കേടില്ല. അയാളെ റീൽസ് എന്താ, അയാൾ ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റാഗ്രാമിലിട്ട് എത്രയാ ലൈക്ക്, എത്രയാ വ്യൂഷിപ്പ് ഉള്ളത്. അതെല്ലാം കുറച്ച് കാലം നിൽക്കും. മറിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അഡ്രസ്സ് ചെയ്താൽ മാത്രമേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് സർവൈവ് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ലീഡർഷിപ്പ്, ഇപ്പം ഞങ്ങളുടെ റേഞ്ച് വിട്ടേക്ക്, അതിൻ്റെ മുകളിലുള്ള ആൾക്കാർ അവരൊക്കെ PR-ൽ വന്ന ആൾക്കാരാ? അവരൊക്കെ ഇൻസ്റ്റാഗ്രാമിലുള്ള ലീഡർഷിപ്പായ ആൾക്കാരാ? ഫേസ്ബുക്കിലുള്ള നേതാക്കന്മാർ അല്ലല്ലോ. അവർ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത്, അത് ഐദർ ഫ്രം ലെഫ്റ്റ് ഓർ റൈറ്റ് ഓർ സെൻറ്റർ, ഏതും ആവട്ടെ, അവരെല്ലാം വന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളേറ്റ് നേതൃത്വത്തിലായ ആൾക്കാരാണ്. അങ്ങനെ നേതൃത്വത്തിൽ വരുന്നവർ മാത്രമേ വിസ്റ്റാൻഡ് ചെയ്യൂ, മറ്റത് പകുതിക്കുന്ന പൊട്ടിപ്പോകും. അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് കൊണ്ടായിരിക്കണം ഒരു സോഷ്യൽ വർക്കർ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉയർന്നു വരേണ്ടത്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമല്ലേ? ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നു, അത് ആളുകളിൽ എത്തിക്കേണ്ടതും അത്യാവശ്യമല്ലേ? പണ്ട് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നമുക്കില്ലായിരുന്നു. പണ്ട് പത്രങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, അതിൽ തന്നെ ഒരു പത്രത്തിൽ എത്ര വാർത്തകൾ കൊള്ളും. ഇത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇല്ലെങ്കിൽ, തങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിലുള്ള ആൾ അല്ലെങ്കിൽ ഒരു സംസ്ഥാന നേതാവായിട്ട് വരുമ്പോൾ സംസ്ഥാനം മൊത്തം എന്ത് ചെയ്യുന്നു എന്നറിയേണ്ട ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ? അല്ല, ഞാനതിൽ എഗ്രി ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ടോമിൻ്റെ ചോദ്യത്തെ ആകെ ഡിസോൺ ചെയ്തുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അതും വേണം, പക്ഷെ അത് മാത്രമായി പോരുത്. ജൂൺ 5 എൻവയോൺമെൻറ്റ് എല്ലാം മാസീവ് ക്ലീനിങ്. എന്താ, ഒരു ക്യാമറക്കാരനെ കൊണ്ടുവരിക, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അത് കഴിഞ്ഞ് ആളുണ്ടാവില്ല. അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ എൻവയോൺമെൻറ്റ് നടത്തും, നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങൾ പൊളിറ്റിക്കൽ വ്യൂവിലൊന്നും, ജൂൺ 5 നമ്മൾ തട്ട മരം ബാക്കിയല്ലേ കേരളം ഇപ്പം കാടായിരിക്കൂലേ? നിങ്ങളും നമ്മളും എത്ര നടുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും സത്യസന്ധമാവണം, ഒപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. ഞാനൊരു ശ്രീനിവാസൻ ലൈനിൽ വിശ്വസിക്കുന്ന ആളല്ല. ഉദയനാട് തല, എൻ്റെ തല, എൻ്റെ ക്യാമറ, എൻ്റെ കൂടെ നിങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് തുള്ളണം എന്ന് പറഞ്ഞ പോലെ വിശ്വസിക്കുന്ന ആളല്ല. നമുക്ക് കുറച്ച് നമ്മളെയും കാണണം. അതിനപ്പുറത്ത് വെറും നമ്മളെ മാത്രം കാണിക്കല പോയത്. എന്താ പരിപാടി എന്നൊക്കെ അറിഞ്ഞുണ്ട്. അയാൾ ഇങ്ങനെ നടന്നു വരുന്നത്, അയാൾ നിൽക്കുന്നു, അതല്ല. അതിനപ്പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം എന്താണ് യഥാർത്ഥ പരിപാടി എന്ന് കൂടി ജനങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാം ജനറേഷനാണ് നമ്മൾ മുമ്പിൽ ഇരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം ജനറേഷൻ. ഇൻസ്റ്റഗ്രാമുണ്ട്, ഫിൻസ്റ്റഗ്രാമുണ്ട്. ഇൻസ്റ്റഗ്രാമിനകത്തും ആളുണ്ട്, ഫിൻസ്റ്റഗ്രാമിനകത്തും ആളുകളുണ്ട്. ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് വായിച്ചപ്പോഴാണ് എന്തൊക്കെയാ ചില ടെർമിനോളജികൾ പഠിക്കുക. ടെക്സ്റ്റിങ്, ഫ്ലെക്സ്റ്റിങ്, സെക്സ്റ്റിങ്, ഇതൊക്കെ പുതിയ വാക്കുകളാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഈ പുതിയ കാലത്ത് ജെൻസി തലമുറയുടെ വാക്കുകളാണ് ഇതൊക്കെ. അതിലൂടെയാണ് ഫിൻസ്റ്റഗ്രാം വന്നത്. ഇങ്ങനെയുള്ള കുറേ ടെർമിനോളജികൾ പഠിക്കാൻ തുടങ്ങിയത് ഈ ഘട്ടത്തിലാണ്. അതുകൊണ്ട് ടോം പറഞ്ഞ ഒരു ഭാഗം യോജിക്കുന്നു. ഈ PR അല്ല, ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ, കാരണം നമ്മളൊന്നും അങ്ങനെ പത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നവരല്ല. ചില കാര്യങ്ങൾ നമ്മൾ അറിയിക്കേണ്ടി വരും. പക്ഷേ വെറും അതാണ് കാര്യം എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അപ്പോൾ അത് ഞാൻ ഹൃദയബന്ധത്തിൽ നിന്ന് തുടങ്ങാം. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ശ്രീ എൻ ഷംസീർ യുവജന സംഘടനയുടെ നേതൃത്വത്തിലുണ്ട്. TV തുറക്കുമ്പോൾ വളരെ ഒരു വ്യത്യസ്തമായ, അതായത് സമരത്തിനും അതിന് മുന്നിൽ നിൽക്കുന്നു. ഒരു സ്കൂൾ വിദ്യാർത്ഥി ഒരുപക്ഷെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഒരു അപ്പിയറൻസ്, അല്ലെങ്കിൽ എന്നോട് തന്നെ ഞാനിത് നമ്മൾ തമ്മിലുള്ള ബന്ധം പരിചയപ്പെട്ട് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ തന്നെ കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ട്, ഷംസീർ എങ്ങനെയുണ്ട് ആള്? അപ്പം എനിക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ശരീരത്തിനുള്ളിൽ നല്ലൊരു മനസ്സുണ്ടെന്ന് മനസ്സിലായത്. അപ്പം ഈ ഒരു ഹൃദയബന്ധം, അപ്പം എനിക്കറിയാം പൊളിറ്റിക്സിനപ്പുറം ശ്രീ എൻ ഷംസീറിന് പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും മറ്റ് രാഷ്ട്രീയ സംഘടനയിലുള്ള വ്യക്തികളുമായിട്ട്, നമ്മുടെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ തന്നെ MP ശ്രീ ഹൈബി ഈഡൻ, അതുപോലെ അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീ KB ഗണേഷ് കുമാർ. അപ്പം ഈ ഒരു ഹൃദയബന്ധം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇപ്പോൾ സ്പീക്കറും കൂടെയാണ്, അതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു? ടോം ചോദ്യത്തിലൂടെ നല്ലൊരു കാര്യം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു. ഞാനും ടോമും തമ്മിൽ വലിയ പ്രായത്തിൻ്റെ വ്യത്യാസമുണ്ടെന്ന്. ടോം പറഞ്ഞു ഞാൻ പഠിക്കുമ്പോൾ അങ്ങ് യുവജന നേതാവാണെന്ന്. അപ്പം അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജ് പഠിക്കുമ്പോൾ ഞാൻ അംഗീകരിക്കുമായിരുന്നു. ഞാൻ പ്രായം നോക്കിയായിരുന്നു 47 വയസ്സെന്ന് വിക്കിപീഡിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പോട്ടെ, ചോദ്യത്തിലേക്ക് വരാം. ഞാൻ സ്പീക്കറായപ്പോൾ സോഷ്യൽ മീഡിയയിലെ കമൻ്റ് എന്താ, ക്ലാസ്സിൽ ഏറ്റവും നോട്ടിയായ കുട്ടിയെ പിടിച്ച് സ്പീക്കറാക്കിയെന്നാണ്. വലിയ ആക്ഷേപമായിരുന്നു. ഏറ്റവും നോട്ടിയായിട്ടുള്ള, ക്ലാസ്സിൽ ഏറ്റവും കുരുത്തക്കെട്ട കുട്ടിയെ പിടിച്ച് സ്പീക്കറാക്കിയെന്നായിരുന്നു കമൻറ്റ്. ഞാൻ ട്രെയിനിലായിരുന്നു, യാത്രയിലായിരുന്നു. മാധ്യമങ്ങൾ എന്നെ കിട്ടാൻ വേണ്ടി ഓരോ സ്റ്റേഷനിലും എൻ്റെ പുറകെ വരുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ കൊച്ചിയിൽ നിന്ന് മാധ്യമങ്ങൾ കണ്ടു, എറണാകുളം ജംഗ്ഷനിൽ. ഞാൻ ഒറ്റ വാക്കേ, ഡോണ്ട് ജഡ്ജ് ദ ബുക്ക് ബൈ സീയിങ് ഇറ്റ്സ് കവർ. ആണ്ടി പമ്പനാന്ന് ആണ്ടിയല്ല പറയേണ്ടത്, നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളുടെ ഇമാജിനേഷനിൽ ഉണ്ടായിരുന്ന ആളാണോ ഞാൻ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക. ഇപ്പം എനിക്ക് പോയിട്ട് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് സ്ഥാപിക്കാൻ പറ്റില്ലല്ലോ. ദൂരത്ത് നോക്കി പലരും എന്നെ പറ്റി പറയുന്നുണ്ട്, അയാൾ അങ്ങനെയാണ്. ഇപ്പം ഫിഗർ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫിഗർ മാറ്റാൻ പറ്റുമോ? ആളുകൾ ഇങ്ങനെ പറയും. പിന്നെ കണ്ണൂർ പൊളിറ്റിക്സ് ആകുമ്പോൾ പറയുമ്പോൾ കുറച്ച് തീവ്രമായി പറയും. അത് നമ്മുടെ ഒരു ജില്ലയുടെ പൊളിറ്റിക്സിൻ്റെ പ്രത്യേകത. നമ്മളെല്ലാം വളരെ പറയുമ്പോൾ വളരെ ഷാർപ്പായും ഇത് സീരിയസ് ആയി. പലരും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മമ്മൂക്കൻ, ഇപ്പം ഞാൻ മമ്മൂട്ടിനെ ക്രെഡിറ്റ് അദ്ദേഹം തന്നെ എന്നെ പലപ്പോഴും ഉപദേശിക്കും, നീ TV പറയുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, TV മറുഭാഗത്തിരുന്ന് ചർച്ച ചെയ്യുന്ന ആളോടല്ല നീ ചർച്ച ചെയ്യുന്നത്, മറിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ വ്യൂവേഴ്സാണ് കാണുന്നതെന്ന്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കുറേ മാറിയിട്ടുണ്ട്. പിന്നെ ബേസിക്കായ സ്വഭാവം ഒന്നും അങ്ങനെ മാറ്റാൻ കഴിയില്ലല്ലോ. പരമാവധി മാറാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനറിയാം, ഹൈബി ഞാനൊക്കെ ഏതാണ്ട് ഒരു 20 വർഷത്തിലേറെ ബന്ധമുണ്ട്. ഞങ്ങൾ കണ്ടംപററീസാണ്. അയാൾ KSU പ്രസിഡൻറ്റ്, ഞാൻ SFI ഭാരവാഹി, SFI സെക്രട്ടറി ആയിരുന്നു. അത് പൊളിറ്റിക്സിനപ്പുറത്ത് ആ ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ പരസ്പരം ഒരു ടോക്കിംഗ് ടേംസ് ഉള്ളവരാണ്. ഏത് സമയത്തും വിളിക്കാനും സംസാരിക്കാനും കാര്യങ്ങൾ പറയാനുള്ള ബന്ധം ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ ഹൈബി ആയിട്ടുണ്ട്. ഹൈബി ഞങ്ങൾ കണ്ടംപററീസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഹൈബി എൻ്റെ സ്ഥിരം പേര് വരുന്ന ആളാണ് സ്ഥാനാർത്ഥിയായിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 25 വയസ്സ് പിന്നിട്ട് എല്ലാ ഇലക്ഷനും ഞാൻ സ്ഥിരം സ്ഥാനാർത്ഥിയായിരുന്നു. 2006 സ്ഥാനാർത്ഥി, 2009 സ്ഥാനാർത്ഥി, 2011 സ്ഥാനാർത്ഥി, 14 മത്സരിച്ചു.
അപ്പോൾ ഹൈബി സ്ഥാനാർത്ഥിയിലേക്ക് പേര് വന്നില്ല. ഹൈബി അപ്പോൾ ടി വി ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് എന്നെ വിളിച്ചു, അല്ല കൺഗ്രാറ്റ്സ്. ഞാൻ വിളിച്ചു എന്തേനു? ടി വി ബ്രേക്ക് ചെയ്തു അത്രേ ഞാൻ സ്ഥാനാർത്ഥിയാണെന്നുള്ളത്. പക്ഷെ ഹൈബിയാണ് എന്നെക്കാൾ മുമ്പ് മത്സരിച്ചതും ആ ബന്ധം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബന്ധങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കുന്ന ആൾ തന്നെയാണ്. ഞാൻ അങ്ങനെ ഒരു പരിചയമുള്ള ആളെ വല്ലാതെ മുഷിഞ്ഞ് സംസാരിക്കുന്ന ഒരാളല്ല. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അറ്റാക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ പരമാവധി പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നത് കുറക്കുന്ന ഒരാളാണ്. ചില ഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ ശരിയായിരിക്കാം, പക്ഷെ പരമാവധി ഈ പേഴ്സണൽ അറ്റാക്ക് കുറച്ച് സംസാരിക്കണം, പരിഹസിക്കുമായിരിക്കും. അതിനപ്പുറത്ത് പേഴ്സണൽ അറ്റാക്ക് നടത്തുന്ന ആളല്ല എന്നാണ് എൻ്റെ ബോധ്യം. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളാണ്. അതിപ്പോഴും സൂക്ഷിക്കുന്ന ആ ഒരു ബന്ധമാണ് ടോമുമായിട്ടുള്ളത്. ആ ഒരു ബന്ധം തന്നെയാണ് ഇവിടെ എത്തിയതും. ബന്ധത്തിന് വില കൽപ്പിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ നിലയിൽ ബന്ധങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. ബന്ധങ്ങൾ ബന്ധനങ്ങളാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളാണ്. ആ ബന്ധനങ്ങൾ കേരളത്തിലെമ്പാടും കേരളത്തിന് പുറത്തും എനിക്കുണ്ട്. അതൊരു അസറ്റായി കാണുന്ന ആളാണ് ഞാൻ. സ്പീക്കർ പറഞ്ഞ പോലെ ഞാൻ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പം ശരിക്കുള്ള സ്വഭാവം എന്താണ്? പഴയ സ്വഭാവമാണോ? അത് ഈ പൊളിറ്റിക്കൽ മെച്യൂരിറ്റി വളരെ പ്ലാൻഡായിട്ട് ആർജിച്ചെടുത്ത് അല്ലെങ്കിൽ ഒരു ആക്ടിംഗ് ആണോ? എന്താണ് ശരിക്കും ഇപ്പോൾ പൊളിറ്റിക്കൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരള നിയമസഭ കണ്ടിട്ടുള്ള ഏറ്റവും മച്ചുറായിട്ടുള്ളൊരു സ്പീക്കറായി മാറിക്കഴിഞ്ഞു ശ്രീ എൻ ശംസീർ. എല്ലാവരും പാർട്ടി ഭേദമന്യേ താങ്കളെ അത് കാര്യം പറഞ്ഞ് ആദരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കുള്ള ശംസീർ ഈ സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞു കഴിയുമ്പോൾ പഴയ വേഷത്തിലേക്ക് മാറുമോ? അതിപ്പോൾ എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം പറയാം, നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമല്ലോ. 10 വയസ്സുള്ള സ്വഭാവമായിരിക്കില്ലല്ലോ 18 വയസ്സിൽ, 18 സ്വഭാവമായിരിക്കില്ല 25. അപ്പോൾ നമ്മളും ഒരു ഇങ്ങനെ ഗ്രോയിങ് ആയി വരുമ്പോൾ റിയലിസ്റ്റിക്കായി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയാം. ഒരു ASP ആയി വരുന്നൊരുത്തൻ എന്തായിരിക്കും ആവേശം? നിങ്ങൾ നോക്കി നോക്കിയാൽ ASP SP ആയി, SP DIG ആയി, DIG IG ആയി, IG DGP എല്ലാകുമ്പോൾ അതെങ്ങനെയാണ് മനുഷ്യനുണ്ടാവണം. ഇപ്പോൾ ടോമിൻ്റെ വയസ്സ് എനിക്കറിയാം. കഴിഞ്ഞ തവണ നിങ്ങളുടെ ഈ ജെയിൻ ക്യാമ്പസിലെ സമ്മിറ്റ് നടത്തുന്ന ടോമും ഈ തവണ നടത്തുന്ന ടോമും തമ്മിൽ വ്യത്യാസമുണ്ട്. അടുത്ത തവണ നടത്തുമ്പോൾ ഇനിയും മാറും. അപ്പോൾ അത് കൊല്ലം കൂടുന്തോറും പ്രായം നമുക്ക് കൂടുമ്പോൾ നമ്മളിലും കുറേ പക്വതയും പാകതയും പഠിച്ചു. പിന്നെ സ്പീക്കറായിട്ട് ഒരു കാര്യം നല്ല ക്ഷമയുള്ള ആളായിട്ട് മാറി. അനിതര സാധാരണമായ ക്ഷമയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ ചിലത് കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് പറയല്ലേ. ഞാൻ എത്രയോ VC മാരെ തടഞ്ഞു വെച്ചിന്, എത്രയോ പ്രിൻസിപ്പൾമാരെ വളഞ്ഞിട്ടിന്. അതാ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത്. കൺട്രോളർമാരെ തടഞ്ഞു വെച്ചിട്ടുണ്ട്, VC മാരെ തടഞ്ഞു വെച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൾമാരെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞാനിപ്പോൾ എന്നെ വന്ന് വളഞ്ഞിടുമ്പോൾ ഞാൻ ചിന്തിക്കാതാ, അയ്യോ വളഞ്ഞിട്ട് ഇവർ മുദ്രാവാക്യമൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ആ കാര്യമാണ്. പണ്ട് നമ്മൾ ചെയ്ത് തന്നെയാണ്, അതിപ്പോൾ കിട്ടുന്ന അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എക്രോസ് ദ പാർട്ടി ലൈൻ നിയമസഭക്കകത്തെ ഗവൺമെൻറ് പക്ഷത്തുനിന്നും പ്രതിപക്ഷത്തുനിന്നും ആ പോസ്റ്റിനോട് നല്ല ബഹുമാനവും ആദരവും കാണിക്കുന്നുണ്ട്. കാരണം അങ്ങനെ പറ്റൂ. ഒപ്പം സ്പീക്കർ എന്ന നിലക്കുള്ള ബഹുമാനം. ഇപ്പം നിങ്ങളറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്പീക്കറാകുമ്പോൾ ഞാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് MLA ആളാണ് പിണറായി വിജയൻ, ശ്രീ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഞാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് MLA ആണ്. മറ്റൊരാൾ ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. മറ്റൊരാൾ ശ്രീ PJ ജോസഫാണ്. ഇവരെന്നെക്കാൾ, ഞാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് MLA ആൾക്കാരാണ്. പിന്നെ എൻ്റെ പ്രായത്തിൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് ഉള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലത്തെ ആൾക്കാർ, പക്ഷെ അവരൊക്കെ ഞങ്ങളൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുന്ന, ആ പോസ്റ്റിനോട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ കൊണ്ടാണ് സഭ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. നല്ല രീതിയിൽ ഗവൺമെൻറ്റിൽ നിന്ന് സഹകരിക്കുന്നുണ്ട്, പ്രതിപക്ഷത്തു നിന്ന് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സഭ നല്ല സ്മൂത്തായി കാലം അത്രയും കൊണ്ടുപോകാൻ കഴിഞ്ഞു. എൻ്റെ അടുത്ത ഒരു ചോദ്യം, ഇന്നലെ നമുക്ക് അതിഥിയായിട്ട് എത്തിയത് ശ്രീ VD സതീശനാണ്, പ്രതിപക്ഷ നേതാവ് നമ്മളൊരു ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും അതിനൊരു KPI സെറ്റ് ചെയ്ത് മെഷർ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ്, ഇവിടെ യുവജനങ്ങൾ, ഇപ്പോൾ സ്റ്റുഡൻസ്, നാളത്തെ വോട്ടേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന വളരെ ടാഞ്ചിബിളായിട്ടുള്ള KPIs ആയിരിക്കും. എന്ത് ചെയ്തു, എപ്പോൾ ചെയ്തു, എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ്. ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറാൻ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഗവൺമെൻറ് അക്കൗണ്ടബിലിറ്റി ബിൽഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ എല്ലാവരും നമുക്കങ്ങ് വോട്ട് ചെയ്യുന്ന വിശ്വസിക്കാനും പറ്റില്ല. ഒരു പാർട്ടിക്ക്, ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യുന്നൊരു വിഭാഗമുണ്ട്. അതിനപ്പുറത്ത് ഓരോ വ്യക്തിയെ നോക്കി വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
അവരെല്ലാം നോക്കി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ്, ഓരോരുടെ പെർഫോമൻസ്, ഓരോ കാര്യങ്ങൾ, അതൊക്കെ വളരെ ക്ലിയറായി ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വോട്ടിംഗ് പ്രോസസ്സിൽ ജനങ്ങൾ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും കാണുന്നുണ്ട്, അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പിന്നെ വികസന കാര്യങ്ങൾ അതൊക്കെ നോക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നടന്നുകൊണ്ടാണല്ലോ സെക്കൻഡ് പിണറായി വന്നത്. സാധാരണ ഒരു പെൻഡുലം പൊളിറ്റിക്സ് ആണല്ലോ കേരളം. 1 ടൈം ലെഫ്റ്റ്, 1 ടൈം റൈറ്റ്, 1 ടൈം ലെഫ്റ്റ്, 1 ടൈം റൈറ്റ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 2.0 മാറിയത് കേരളത്തിനകത്തുണ്ടായ ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഡെവലപ്മെൻറ്റിനകത്ത്. അപ്പോൾ ഒരു ഗ്രൂപ്പ്, ഒരു വിഭാഗം, ഒരു ഇത്ര പെർസെൻറ്റേജ് ജനങ്ങൾ, അതാണ് കേരളത്തിൻ്റെ ഫ്യൂച്ചർ ഡിസൈസീവായ ഗ്രൂപ്പ്. ആ ഡിസൈസീവായ ഗ്രൂപ്പ് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്താണ് വോട്ട് ചെയ്യുന്നത്. ആ വോട്ടിംഗ് പ്രോസസ്സ് കൃത്യമായി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അക്കൗണ്ടബിലിറ്റിയാണ്, എല്ലാവരും മോണിറ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇനി ഒരു 3.0 വരുമോ? ഞാൻ മെഷറബിൾ ആയിട്ടൊരു യാഡ്സ്റ്റിക് ഉണ്ടെങ്കിൽ ഞാൻ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും. നമ്മൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കൾച്ചറാണ്, വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഗവൺമെൻറ്റിൻ്റെ ഒരു വേ ഓഫ് പ്രോസസ്സ്, വേ ഓഫ് ഡൂയിങ് തിങ്സ് വളരെ സ്ലോ ആണ്. ഈ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ അല്ലെങ്കിൽ ഒരു പ്രൊവാക്റ്റീവ് ആയിട്ടുള്ളൊരു സിസ്റ്റം നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യമായിട്ട് കണക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിന് നമ്മുടെ പൊളിറ്റീഷ്യൻസ്, നമുക്കറിയാം നമ്മുടെ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ആവറേജ് ഏജ് ഞാൻ പറയാതെ തന്നെ അങ്ങേക്കറിയാം, യൂത്ത് റെപ്രസെൻറ്റേഷൻ വളരെ കുറവാണ് പാർലമെൻ്ററി പൊളിറ്റിക്സിൽ. അപ്പോൾ അതിനൊരു പ്രിപ്പയർഡ്നെസ് നമുക്കുണ്ടോ ഇപ്പോൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനും അല്ലെങ്കിൽ കാര്യങ്ങൾ നടപ്പിലാക്കാനും? ഇതിലിപ്പോൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിൽ മാറി. സ്റ്റാർട്ടപ്പ് കമ്പനികൾ നിരവധി വന്നു. സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ ചില സ്റ്റാർട്ടപ്പ് കോൺക്ലേവിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തെക്കുറിച്ചൊരു റോങ് നറേഷൻ പുറത്തു കൊടുത്തു. എന്താ ഇവിടെ ഒന്നും നടക്കൂല, അത് നറേഷൻ മാത്രമാണ്. ഇങ്ങനൊരു സ്റ്റേറ്റ് വേറെടിയുള്ളത്, ക്ലൈമറ്റ് വൈസ്, ലോ ആൻഡ് ഓർഡർ സിസ്റ്റം, ഭക്ഷണം, നിങ്ങൾക്ക് ഇവിടെ എന്തും കഴിക്കാല. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ് വേറോട് ഉണ്ടോ? അപ്പോൾ ജനങ്ങൾ നോക്കുമ്പം ഔട്ട്സൈഡ് കേരള, ഔട്ട്സൈഡ് ഇന്ത്യ, ജനങ്ങൾ നോക്കുമ്പം ഇത്രയും ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ലോകത്തെ പല കമ്പനികളും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ മാത്രം പറയാം. ഞാൻ ലോക കേരള സഭയുടെ ചെയർമാനാണ്. എനിക്ക് പൊളിറ്റിക്സ് നിങ്ങൾക്കറിയാലോ, എനിക്ക് പൊളിറ്റിക്സ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്പീക്കർ ഷുഡ് ആക്ട് ലൈക്ക് ഇൻ അൺബയസ്ഡ് മാനർ. അതുകൊണ്ട് പരമാവധി അൺബയസ്ഡായി തന്നെയാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. ഇപ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയാം, ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ആരും തരുന്നില്ല. ഇപ്പോൾ ടോമൻ ഇൻവെസ്റ്റ് ചെയ്തില്ലേ? ജെയിൻ ക്യാമ്പസ് ഇവിടുത്തെ ഒരു ആർക്കും അവഗണിക്കാൻ സാധിക്കാത്ത ഒരു എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ഒരു ഫോഴ്സായി മാറിയില്ലേ? അത് ചെറിയ കാര്യമാണോ? അതുപോലെ ഇന്നലെ ലോക കേരള സഭയിൽ വന്ന, എനിക്ക് പരിചയമുള്ള പറയാം, മുസ്തഫ ഈസ് ഡൂയിങ് ബിസിനസ് ഇൻ ഒമാൻ. ഹി ഹാസ് ഇൻവെസ്റ്റഡ് 100 crore rupees ഇൻ കേരള. മലപ്പുറത്ത് ഈഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ACCA തുടങ്ങിയ ക്യാമ്പസ് തുടങ്ങാൻ വേണ്ടി 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക കേരളത്തിൽ. ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നതാണ് കാര്യങ്ങളെങ്കിൽ ടോം ഇൻവെസ്റ്റ് ചെയ്യോ? മുസ്തഫ എന്ന് പറയുന്ന ആൾ 100 കോടി രൂപയുടെ ക്യാമ്പസ് തുടങ്ങി ഇങ്ങോട്ട് വരുമോ? വരില്ല. അപ്പോൾ കേരളത്തെപ്പറ്റി ഒരു റോങ് നറേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിലല്ല, എൻ്റെ പൂർണ്ണ ബോധ്യത്തിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, കേരളം പോലെ ഇത്രയും സമാധാനവും ഇത്രയും സൗഹാർദ്ദവും ഒപ്പം ഏത് സമയത്തും നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനും സാധിക്കുന്ന ഒരു പ്രദേശം വേറെ ഇല്ല, ഒരു സംശയവും വേണ്ട. ഇപ്പം ഞാനിനി മറ്റ് സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്ത് പറഞ്ഞാൽ അത് പൊളിറ്റിക്സായി മാറും. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും അതങ്ങ് ചിന്തിച്ചാൽ മതി, എന്താ മറ്റ് സ്റ്റേറ്റുകളുടെ സ്ഥിതിയെന്നും ഇവിടുത്തെ സ്ഥിതിയെന്നും കമ്പയർ ചെയ്താൽ മതി. ഏതായാലും കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഞാൻ ഒരു കാര്യം എടുക്കാം, ഭക്ഷണത്തെക്കുറിച്ചാണ്. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ തലശ്ശേരി എന്ന് പറയുന്നത് ഭക്ഷണപ്രിയരുടെ നാടാണ്. സ്പീക്കർ നല്ലൊരു ഭക്ഷണപ്രിയനാണെന്ന് എനിക്കറിയാം. ഭാവിയിലെ ഭക്ഷണം എങ്ങനെയായിരിക്കും? തലശ്ശേരി ബിരിയാണിയൊക്കെ ഇനി ഉണ്ടാവുമോ? തലശ്ശേരി ബിരിയാണിയൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നമുക്ക് സംരക്ഷിക്കണം. ഇവിടെ എന്തും ഏത് ഭക്ഷണവും കഴിക്കാനുള്ള ആ ഒരു ക്ലൈമറ്റ് ഇവിടെ ഉണ്ടാക്കണം. അതിനെല്ലാവരും സഹകരിക്കണം.
പിന്നെ നമ്മുടെ ഈ തലശ്ശേരി കൾച്ചർ എങ്ങനെയാണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരുടെ നന്നായിട്ട് ഭക്ഷണം കഴിപ്പിക്കുന്നവരാണ്. കഴിക്കൽ മാത്രമല്ല കഴിപ്പിക്കുന്നവരുമാണ് നമ്മളെ കൂടെ വന്നവർ. നിങ്ങൾ പലപ്പോഴും ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, നമ്മളെ വീട്ടിലൊക്കെ സ്ത്രീകൾക്ക് അവരുടെ മെയിൻ സമയം വന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ്. അപ്പം അങ്ങനെ ഒരു കൾച്ചർ തലശ്ശേരിയുടെ ഭാഗമാണ്. തലശ്ശേരി അത് റിലീജിയൻ നോക്കുന്നില്ല, ഏത് റിലീജിയനും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും അത് സാമ്പത്തികവും പ്രശ്നമല്ല. നിങ്ങളൊരു ദരിദ്രൻ്റെ വീട്ടിൽ പോയാലും സമ്പന്നൻ്റെ വീട്ടിൽ പോയാലും നിങ്ങളെ തക്കരിക്കും എന്ന് പറഞ്ഞ വാക്ക് മനസ്സിലായ? സൽക്കരിക്കും. നിങ്ങളെ തക്കരിച്ചവർ തിന്നിക്കും. അത് തലശ്ശേരിയുടെ പൊതു കൾച്ചറാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങളും പരമാവധി ആ നിലയിൽ തന്നെ ഞങ്ങളെ കാണാൻ വരുന്നവരൊക്കെ ആ രീതിയിൽ തന്നെ സൽക്കരിക്കാൻ ശ്രമിക്കാറുണ്ട്, ഒരു സംശയമില്ല. ഭക്ഷണം തലശ്ശേരി, നിങ്ങൾ പാരീസ് ബിരിയാണി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ പോയപ്പോൾ നമുക്കൊക്കെ ഈ വൈകുന്നേരം ഒരു ചെറിയ സ്നാക്കൊക്കെ വേണം. അവിടുത്തെ സ്നാക്ക് ഉഴുന്നുവടയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം പിടിക്കും. അപ്പം ഞാൻ ചോദിച്ചു, നമുക്ക് കുറേ കടകളുണ്ട് അവിടെ, നമ്മളെ റിലേറ്റീവ്സിൻ്റെ കടയുണ്ട്, ഫ്രണ്ട്സ്. ഞാൻ ചെന്നോടെ ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കാത്ത ഇതൊന്നും അതൊന്നും മൂവ് ചെയ്യില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തലശ്ശേരിക്കാരുടെ കൾച്ചർ ഒരു വൈകുന്നേരം 5 മണിയാകുമ്പോൾ കുറച്ച് ഉന്നക്കായി, ഇറച്ചിപ്പത്തിൽ, മുട്ടപ്പത്തിൽ ഇതൊക്കെ കൂട്ടി ചായ കുടിക്കണം. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ അതൊന്നും ഇല്ല, തെക്കോട്ട് വരുമ്പോൾ. പിന്നെ നമ്മുടെ കുറേ കടികൾ, തലശ്ശേരി കടികൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കടകൾ വന്നു. അത് പണ്ട് കോടിയേരി പറഞ്ഞിന്, മൂപ്പർ ഒരു വീട്ടിൽ പിടിയെ കൂട്ടിക്കൂടി തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞു. മൂപ്പർ പിന്നെ ആളെ നിരാശപ്പെടുത്തണ്ടെന്നുള്ളതുകൊണ്ട് ശരി നടക്കട്ടെ എന്ന് പറഞ്ഞു. തലശ്ശേരി ബിരിയാണിൻ്റെ പേരും എന്തോ ഒരു ബിരിയാണി എന്ന് പറഞ്ഞിട്ട് സാധനം കൊടുത്തു. നോമ്പ് തുറ തന്നെ, നമ്മുടെ നോമ്പ് തുറ എങ്ങനെ തുടങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നത്? തലശ്ശേരിക്കാരുടെ നോമ്പ് തുറ തുടങ്ങുന്ന ആദ്യം ഒരു നാരങ്ങ വെള്ളം, പിന്നെ ചെറിയ ഫ്രൂട്ട്സ്, പിന്നെ ലഘു കടികൾ, പിന്നെ ഹെവി ഫുഡ്, പിന്നെ വീണ്ടും ഫുഡാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് ഇതന്നെ പണിയെന്ന്. അങ്ങനെ ഈ തെക്കോട്ട് തിരുവനന്തപുരത്ത് ഒരു നോമ്പ് തുറക്കെ എന്നെ ക്ഷണിച്ചു. ഞാൻ എന്നെ ക്ഷണിച്ചതല്ല, അവർ ഇലക്ഷൻ ഫേസിലായിരുന്നു, കോടിയേരി കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെയും കൂട്ടിപ്പോയി. അപ്പോൾ ആടെ 6 മണിക്ക് തന്നെ നെയ്ച്ചോറും ബിരിയാണിയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ നോക്കുക, ഞാൻ അദ്ദേഹത്തെ നോക്കുക. അപ്പോൾ അത് ഡിഫറൻ്റാണ്. സൗത്തും നോർത്തും കമ്പയർ ചെയ്യുമ്പം ഫുഡ് കൾച്ചറിനൊക്കെ തന്നെ വലിയ മാറ്റമുണ്ട്. അതിൽ ഞാൻ വളരെ പ്രൗഡായി പറയും. അത് ഒരല്പം പെറോക്കിയൽ വ്യൂടെ തന്നെ പറയാം, ഞങ്ങളുടെ നാട്ടിലെ ഭക്ഷണം നല്ല ഭക്ഷണം തന്നെയാണ്, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. യെസ്, ഫുഡ് മാറി തലശ്ശേരി സംസ്കാരവും ഭാഷയും പറയണം. അങ്ങ് പലപ്പോഴും സംസാരിക്കുമ്പോൾ എടപ്പഹയ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ഭാഷ അറിയാതെ തന്നെ കോൺവെർസേഷനിലെ വേർഡ്സൊക്കെ അറിയാതെ വരും, പല തലശ്ശേരി വേർഡുകളും വരും. പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിലും പോകേണ്ടി വരും, പലതരത്തിലുള്ള കോൺവെർസേഷൻസ് വരും. ഈ ഭാഷ അറിയാതെ വാക്കുകൾ കയറി വരുമ്പോൾ അത് എപ്പോഴെങ്കിലും പ്രശ്നമായിട്ടുണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ 1-to-1 ടോക്കിൽ ഈ ഡയലക്ട്സ് വരും. 1-to-1 ടോക്കിൽ കൊളോക്കിയലായ വാക്കുകൾ. പക്ഷെ ഒരു സദസ്സിനെ അഡ്രസ്സ് ചെയ്യുമ്പം അങ്ങനെ കൊളോക്കിയലായ വാക്കുകൾ പ്രയോഗിക്കാറില്ല. എന്നാലും നമ്മുടെ ഒരു സ്ലാങ് ഉണ്ടല്ലോ. ഇപ്പോൾ ഭാഷ എന്നാണ് പറയാം തിരുവനന്തപുരംകാർ. ഈ ഭാഷ എന്ന് പറഞ്ഞാൽ എനിക്ക് നിരന്തോളി പറയുന്ന ഭാഷ, പെന്തോളി എന്ന് പറയുമ്പോൾ മനസ്സിലായി എന്താന്ന്. ഇങ്ങനെ കുറേ ഓരോ പ്രദേശത്തും നിങ്ങൾ കാണേണ്ടത് 22 അക്ഷരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. 22 അക്ഷരങ്ങൾ, ഭാഷക്ക് അക്ഷരങ്ങളുള്ളത്. അതിനപ്പുറത്ത് കുറേ ഡയലക്ട്സ് ഉണ്ട്. നമ്മുടെ കണ്ണൂരിൽ തന്നെ എടുത്താൽ തലശ്ശേരിക്കാരുടെ പ്രയോഗമല്ല പയ്യന്നൂർക്കാരുടെ പ്രയോഗം. ഭക്ഷണത്തിൽ തന്നെ മാറ്റമുണ്ട്. ഇപ്പോൾ ഭക്ഷണം, ഞങ്ങളുടെ മീൻകറിയും നിങ്ങളുടെ മീൻകറിയും കൂട്ടിയ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ മീൻകറിയിൽ മുരിങ്ങാക്കായി ഉണ്ട്, ഞങ്ങളിൽ അതില്ല. മീനുണ്ട്, പ്യൂർലി മീനുണ്ടാവും. മീൻ അധികം തപ്പിയാൽ കിട്ടില്ല. മുരിങ്ങാക്കായും കിട്ടും പറയും മീൻകറിയാന്ന് പറയും. ഞങ്ങളുടെ ഡിഫറൻ്റാണ്. അതുപോലെ ഭാഷക്കകത്തും വേഗം കീഞ്ഞു വാങ്ങുമോ എന്ന് പറഞ്ഞാൽ ഇവിടെ തിരിയില്ല. നിങ്ങൾക്ക് ചോറ് ബേയിച്ചോ എന്ന് വെച്ചാൽ ഊണ് കഴിച്ചോ എന്നാണ്. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ഉപയോഗങ്ങളാണ്. അത് എല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷയാണ്. അങ്ങനെ കുറേ നാട്ടുഭാഷകൾ. അതാണ് ഇന്ത്യ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഇന്ത്യ. ഒരു മതം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാഷ്ട്രം, ഒരു പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ വൈജാത്യങ്ങളും വൈവിധ്യമാണ് ഇന്ത്യ. ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ. അതാണ് അത്ഭുതം, അതാണ് ഇന്ത്യ. ഇന്ത്യ ഒരു ക്യാൻവാസ് ആണ്. ഇവിടെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, വ്യത്യസ്ത മതങ്ങൾ വിശ്വസിക്കുന്നവരുണ്ട്, വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് തൊട്ടപ്പുറത്താണ് കൊടക്. ഹാർഡ്ലി 2 hours ജേണിയാണ്. കൊടകിലെ സ്ത്രീകൾ ഇങ്ങനെയല്ല സാരി എടുക്കാൻ. നിങ്ങൾ കൊടകര പോയി നോക്കിയാൽ മതി. അവരുടെ വേ ഓഫ് വെയറിങ് വേറെ വ്യത്യാസമാണ്. അതാണ് ഇന്ത്യ. ലോകത്തിന് മുന്നിൽ മഹാത്ഭുതമാണ് ഇന്ത്യ. ആ മഹാത്ഭുതമായ ഇന്ത്യയെ ഏകമത അല്ലെങ്കിൽ ഏക തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പം ദാറ്റ് വാസ് എഗെയിൻസ്റ്റ് ദ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരത്തിനെതിരാണത്. അതുകൊണ്ട്
നമുക്ക് നമ്മുടെ സംസ്കാരം സംരക്ഷിക്കാൻ സാധിക്കണം. നമുക്ക് നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാൻ സാധിക്കണം. നമ്മുടെ ഭരണഘടന ഒരു ഫൈൻ മോർണിംഗിൽ പപ്പടം ചുട്ടെടുക്കുന്ന പോലെ ഉണ്ടാക്കിയതല്ല. ഹീറ്റഡ് ഡിബേറ്റ്സ്, ഏതാണ്ട് 35 മാസവും 7 ദിവസവും, വൺ ഓഫ് ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, വിവിധ ലോകരാജ്യങ്ങളിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത ഭാഗം, അതിനെക്കുറിച്ച് നടന്ന ചർച്ചകൾ, ആ ചർച്ചകൾക്കൊടുവിലാണ് ഈ രാജ്യത്തെ ഭരണഘടന ഉണ്ടായത്. ഇത് ബഹുസ്വരതയാണ്, മൾട്ടി റിലീജിയസ്. അതാണ് ഇന്ത്യ. സെക്യുലർ എന്ന് പറയുമ്പോൾ എന്താ? മതനിരപേക്ഷ എന്ന വാക്കിനർത്ഥം മതവിശ്വാസത്തിനെതിരല്ല. പക്ഷേ രാജ്യത്തിന് മതമില്ല. നിങ്ങൾക്ക് മതമാകാം, നിങ്ങളുടെ വിശ്വാസമാകാം. പക്ഷെ നിങ്ങളുടെ വിശ്വാസം എന്നിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അത് വർഗീയതയെ മാറും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ മഹിതമായ മതനിരപേക്ഷതയും നമ്മുടെ സംസ്കാരത്തെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ദൗത്യം. എന്ന് പറഞ്ഞ പോലെ ഈ ഫ്യൂച്ചർ, ഭാവിയാണ് നമ്മുടെ സംസാരം വിഷയം, ഫ്യൂച്ചറാണെന്നാണ് ഞങ്ങളുടെ കോൺഫറൻസിൻ്റെ അല്ലെങ്കിൽ സമ്മിറ്റിൻ്റെ ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജും. ഭാവിയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് ഫ്യൂച്ചർ ഓഫ് ജോബിനെ കുറിച്ച്, അല്ലെങ്കിൽ യൂത്തിൻ്റെ പാഷൻ കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ, അതുപോലെ ലേണിംഗ് സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ. തലശ്ശേരി തലശ്ശേരിയുടെ പല പരിപാടികളും വ്യത്യസ്തമായ പരിപാടികളാണ്. ഒരു മലബാർ ക്യാൻസർ സെൻ്റർ ഉണ്ട്, ചാരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, വളരെ എമ്പതറ്റിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള എഫോർട്ട്. അതേസമയം ഹെറിറ്റേജിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തലശ്ശേരി ഹെറിറ്റേജ് പ്രൊജക്റ്റ്, പൊന്നിത്തങ്കം എന്ന് പറയുന്ന പരിപാടി നടക്കുന്നു. അതുപോലെ തലശ്ശേരി റൺ, അതായത് സ്പോർട്സിനും ഫിറ്റ്നസിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തലശ്ശേരി റൺ നടത്തുന്നു. അങ്ങനെ സമഗ്രമായ ഒത്തിരി പരിപാടികൾ തലശ്ശേരി എന്ന കോൺസ്റ്റിറ്റുവൻസിനെ, എല്ലാ തരത്തിലുള്ള ആളുകളെയും ടച്ച് ചെയ്യുന്ന തരത്തിൽ ഒരു സമഗ്രമായ ഒരു പദ്ധതി അതെങ്ങനെ രൂപപ്പെട്ടു? അതിൻ്റെ അതെന്ത് ബേസിസിൽ, അത് ഫ്യൂച്ചറിനെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ ആളുകളെയും ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പരിപാടി. മറ്റു കോൺസ്റ്റിറ്റുവൻസികളിൽ ഇത്രയും ഒരു 360 ഡിഗ്രി അപ്രോച്ച് പല കോൺസ്റ്റിറ്റുവൻസികളിലും കാണാറില്ല. എങ്ങനെയാണ് തലശ്ശേരി സ്പെഷ്യലായിട്ട് നിൽക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാം, ബിരുദം നേടിയാൽ പഠനം പൂർത്തിയായിട്ടില്ല, ജോലി കിട്ടിയാലും പഠനം പൂർത്തിയായിട്ടില്ല. 3L. I am underlining the word 3L. What do you mean by 3L? Lifelong learning. അതേ എനിക്ക് പറയാനുള്ളൂ. കയ്യിലൊരു ബിരുദം കിട്ടിയാൽ, ഒരു ജോലി, ഒരു പാക്കേജ് വന്നാൽ ഐ ആം സേഫ് സോണിലാണെന്ന് കരുതി എല്ലാം നെവർ മൈൻഡാക്കി ഐ ഡോണ്ട് കെയർ എന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. പകരം അതാണല്ലോ ഇപ്പം നമുക്കുണ്ട്, എല്ലാം കഴിഞ്ഞ ഹൂ കെയർ, അതാണ് ചോദ്യം. ഇനി എന്താ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ്. പകരം വേറെ രീതിയിലേക്ക് ചിന്തിക്കണ്ട. നിങ്ങളുടെ ചിരിയിൽ നിന്ന് ചില കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും എന്ത് നേടിയാലും തുടർ പഠനം ഉണ്ടാവണം. ഞങ്ങളൊക്കെ പൊളിറ്റീഷ്യൻസാണ്. നിങ്ങൾ ചില യൂത്തിനൊക്കെ ഞങ്ങളോട് ഇപ്പോൾ ടോം പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പുച്ഛമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളാണ് എല്ലാവരും പഠിക്കുന്ന ആൾക്കാർ. ഇന്നിവിടെ നടത്തിയ പ്രസംഗം ഇനി അടുത്ത തവണ അഥവാ വിളിച്ചാൽ ഇതേ സാധനം തന്നെ പറഞ്ഞ് നിങ്ങളെന്താ പറയുക, ഇത് എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് പറയില്ല നിങ്ങൾ. അപ്പം ഇഫ് യു ആർ നോട്ട് അപ്ഡേറ്റഡ് ദെൻ യു വിൽ ബി ഔട്ട്ഡേറ്റഡ്. അതുകൊണ്ട് ലൈഫ് ലോങ് ലേണിംഗ് ആയിരിക്കണം മനസ്സിൽ കുറിച്ചിട്ടേണ്ട ഒന്നാമത്തെ ഭാഗം എന്നാണ് യൂത്തിനോട് പറയാനുള്ളത്, എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയോട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എത്ര ഉയരത്തിലെത്തിയാലും ബി എംപത്തറ്റിക്, നോട്ട് സിംപത്തറ്റിക്, ബി എംപത്തറ്റിക്. അതാണ് രണ്ടാമത്തെ ഭാഗം. അപ്പം ചോദിക്കും നിങ്ങൾ ഇയാൾ വലിയൊരു സ്പീക്കറുണ്ട്, ഉപദേശിക്കാൻ വന്നത്. ഉപദേശാക്ക് ഇഷ്ടമല്ല, അതാണല്ലോ വലിയൊരു ഉപദേശി, സാരോപദേശി എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ലൈഫ് ലോങ് ലേണിംഗ്, ബി എംപത്തറ്റിക്, ഓൾവേസ് ബി എംപത്തറ്റിക്. നിങ്ങൾക്ക് വിരാട് കോഹ്ലിയുടെ ഭാര്യയുടെ പേരറിയാം, അമ്മയുടെ പേരറിയാം, അച്ഛൻ്റെ പേരറിയാം. പക്ഷേ സ്വന്തം ക്ലാസ്സിലിരിക്കുന്ന അഞ്ജലിയുടെ അച്ഛൻ്റെ പേരറിയില്ല, അമ്മയുടെ പേരറിയില്ല, സിബ്ലിങ്സ് എത്ര ഉണ്ടെന്ന് അറിയാം. അതും മനസ്സിലാക്കണം. ആ നിലയിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. രണ്ട്, ഇപ്പം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. കേരളത്തിൽ വലിയ രീതിയിലുള്ള മാറ്റമാണ് ഹെൽത്ത് സെക്ടറിനകത്ത്. ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിലെ ഹെൽത്ത് സെക്ടറിനകത്ത് കോർപ്പറേറ്റുകൾ ഇടിച്ച് കയറുകയാണ്, കോർപ്പറേറ്റുകളുടെ തള്ളിച്ചയാണ്. ചില വലിയ വലിയ ഹോസ്പിറ്റൽസ് വിദേശ കമ്പനികൾ വാങ്ങിച്ചു, വിദേശ കോർപ്പറേറ്റുകൾ വാങ്ങിച്ചു. അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതോ? നിങ്ങളുടെ ഇൻഷുറൻസ് സ്കീം എത്രയാണെന്ന് ചോദിക്കുന്നത്. ഫസ്റ്റ്, ഹാവ് യു ഗോട്ട് ഇൻഷുറൻസ്? എത്ര എൻ്റെയാന്ന് ചോദിക്കൂ. 25 ലക്ഷം.
എന്നാ ട്രീറ്റ്മെൻറ്റ്. 25 ലക്ഷം ട്രീറ്റ്മെൻറ്റ് പൈസ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ്, 5 ലക്ഷമാണ് അതിനനുസരിച്ച്. ലോകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ ഇൻഷുറൻസ് പാക്കേജിനെ അടിസ്ഥാനപ്പെടുത്തി ട്രീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യമേഖലയിൽ കോർപ്പറേറ്റഡ് കടന്നുവൽക്കരണം വന്നിട്ടുണ്ട്. അവിടെ സർക്കാർ ആരോഗ്യമേഖല നിലനിൽക്കണം. പൊതുജനാരോഗ്യ മേഖല വലിയ മാറ്റമാണ്. വലിയ മാറ്റം എന്ന് പറയുമ്പോൾ ഞാൻ സഭക്കൊക്കെ തിരിക്കുന്ന ആളെന്ന നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ വളരെ ക്ലിയറായി ഒബ്സർവ് ചെയ്യുന്ന ആളാണ് ഞാൻ. RCC ഉണ്ട്, നമുക്ക് CCRC ഉണ്ട് കൊച്ചിയിൽ. CCRC ഇവിടെ ഫെബ്രുവരി മാസം 9-ാം തീയതി ബഹുമാനപ്പെട്ട രാജീവിൻ്റെ നേതൃത്വത്തിൽ വലിയ ഡെവലപ്മെൻറ്റ് നടന്നു. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കാൻ. എൻ്റെ നാട്ടിൽ നോർത്തിലേക്ക് വരുമ്പോൾ മലബാർ ക്യാൻസർ സെൻറ്റർ, ഞങ്ങൾ ഹാർട്ട് ആൻഡ് സോൾ കൊടുത്ത സ്ഥാപനമാണ് മലബാർ ക്യാൻസർ സെൻറ്റർ. ക്യാൻസർ ചികിത്സയിൽ കാർട്ടീസെൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. കാർട്ടീസെൽ റോബോട്ടിക് സർജറി അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ BMT ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലാണ്. മലബാർ ക്യാൻസർ സെൻറ്റർ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായി മാറി. ഒപ്പം RCCയും CCRCയും. അതിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒരു രോഗമാണ്. അതിനെ പൂർണ്ണമായും ക്യൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മെഡിക്കൽ സയൻസ് അഡ്വാൻസ് ചെയ്തിട്ടില്ല. ബീങ് ഓപ്റ്റിമിസ്റ്റിക് ഫ്യൂച്ചറിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആരോഗ്യ മേഖലയിൽ തന്നെ ഞങ്ങൾ ഫോക്കസ്. അതിലിപ്പോൾ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് എല്ലായിടത്തും ഉണ്ട്. ഒപ്പം ഞാൻ ഫോക്കസ് ചെയ്തത് തലശ്ശേരി അറിയപ്പെടുന്ന 3C ആണ്: ക്രിക്കറ്റ്, സർക്കസ്, കേക്ക്. ഇത് 3 ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഉണ്ടായത്. അതിൻ്റെ കൂടെ വി ഹാഡ് 1 more C to തലശ്ശേരി, ദാറ്റ് ഈസ് കോർട്ട്. സൗത്ത് കേരള എന്ന് പറയും, സൗത്ത് കാനറ മുതൽ ഇങ്ങ് മലബാർ മേഖലയിൽ ആകെ ഒറ്റ കോടതി ഉണ്ടായിരുന്നത് തലശ്ശേരി ആയിരുന്നു കോടതി. അതിൻ്റെ കൂടെ ഞങ്ങൾ 1C കൂടി ആഡ് ചെയ്തു, മികച്ച കോർട്ട് കോംപ്ലക്സ് ഉണ്ടാക്കി. 5ാമത്തെ C, ലോകത്തെ ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രമുള്ള നാടായി തലശ്ശേരി എന്ന നാടിനെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനാവശ്യമായ എല്ലാ പിന്തുണയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട്, എൻ്റെ ഭാഗത്തുനിന്നുണ്ട്. വളരെ ഇനീഷ്യേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന നല്ല ഏബിൾ ലീഡർഷിപ്പ് അതിനുണ്ട് ഡോക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ നേതൃത്വത്തിൽ. ഫോക്കസ് ആരോഗ്യ മേഖല. 2 ഹെൽത്ത് സെക്ടറിനകത്ത് പറയുമ്പം ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ്. ഞങ്ങൾ എല്ലാ വർഷവും ഹെറിറ്റേജ് റണ്ണ് നടത്തുന്നുണ്ട്. ഹെറിറ്റേജ് റണ്ണ് എന്ന് പറഞ്ഞാൽ കുറേ ആൾ ഓടിക്കില്ല, മറിച്ച് ഞങ്ങളുടെ ഹെറിറ്റേജ് സ്പോർട്സ്, തലശ്ശേരിക്ക് ഇഷ്ടംപോലെ ഹെറിറ്റേജ് സ്പോട്ടുകളുണ്ട്. ഞങ്ങളുടെ കടൽപ്പാലം, ഞങ്ങളുടെ ഗുണ്ടട്ട് മ്യൂസിയം, ഞങ്ങളുടെ പുണ്യത്ത് അംഗം, ഞങ്ങളുടെ റിനൈസൻസ് മ്യൂസിയം, ജഗന്നാഥ ക്ഷേത്രം, ചർച്ച്, ആംഗ്ലിക്കൻ ചർച്ച്, ഇങ്ങനെ തിരുവങ്ങാട് ക്ഷേത്രം, ഇങ്ങനെ കുറേ പ്രധാനപ്പെട്ട സ്പോട്ടുകളുണ്ട്. അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഹാഫ് മാരത്തോൺ ഇപ്പോൾ തലശ്ശേരി ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഹെറിറ്റേജ് റൺ സീസൺ 5 കഴിഞ്ഞു. പിന്നെ ഞങ്ങളല്ല ഇപ്പം റണ്ണിപ്പം കാണാൻ നിങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത് നിന്നപ്പോൾ ഈ കുറേ ആൾ ഓടുന്ന കാണേണ്ട കാര്യം. എന്നാൽ നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. തച്ചോളി ഉദയനനും കതിരൂർ കുരുക്കളും അംഗം വെട്ടിയ സ്ഥലമുണ്ട്. എൻ്റെ തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ കതിരൂർ പഞ്ചായത്തിലെ പുണ്യത്ത് ഏവരക്കണ്ടം. അത് കുംഭമാസം, മലയാളത്തിൽ കുംഭമാസം എല്ലാവർക്കും അറിയാലോ. ആ കുംഭമാസത്തിലാണ് തച്ചോളി ഉദയനും കതിരൂർ കുരുക്കളും അംഗം വെട്ടിയത്. അവിടെ വെച്ച് തച്ചോളി ഉദയനൻ കൊല്ലപ്പെട്ടു. അതിൻ്റെ ഭാഗമായി അവിടെ ഒരു പാട്യം ഗോപാലൻ വായനശാല പുണ്യത്തങ്കം ആരംഭിച്ചു. അത് ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളങ്ങ് ഏറ്റെടുത്തു. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലായി ഇത് മാറി പുണ്യത്തങ്കം. ഒരു വയലിലാണ് പരിപാടി. 25,000 ആളുണ്ടാവും ഒരു ദിവസം കാണാൻ. കളരിപ്പയറ്റാണ്, ഫോക്ക് ഫെസ്റ്റിവലാണ്. അപ്പം അത് കാണാൻ പുണ്യത്തങ്കം. ഇപ്പം നിങ്ങൾ ഉത്സവത്തിന് നാട്ടിൽ പോകുന്നില്ലേ? നിങ്ങൾക്ക് ആൾക്കറിയില്ല ഇങ്ങോട്ടുള്ള കൾച്ചർ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പല ടെമ്പിൾ ഫെസ്റ്റിവലിനും അവരുടെ നാട്ടിൽ നിന്ന് ആളുകൾ വിദേശത്ത് പോയവർ ആ ദിവസം വരും. തൃശ്ശൂർ പൂരം കാണാൻ ആൾ പോകുന്നില്ലേ? അതിന് സമാനമായി പുണ്യത്തങ്കം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൾച്ചറൽ ഫെസ്റ്റ് എന്ന നിലക്ക് അത് കാണാൻ നിങ്ങളങ്ങ് ക്ഷണിക്കുകയാണ്. ഒരു സംശയം വേണ്ട, വന്ന് ഒരു 4-5 മണിക്കൂർ യാത്ര ചെയ്ത് വന്നാൽ ഇറ്റ് വിൽ ബി വർത്ത് ഫോർ യു. വേണു രാജമണി സാറേക്കാൻ ക്ഷണിക്കുകയാണ് ഇപ്പം തന്നെ. നിങ്ങൾക്ക് വെർത്താ ഒരു സംശയവും വേണ്ട. കാരണം നിങ്ങൾക്ക് ഈ കളരിപ്പറ്റൊന്നും കണ്ട ശീലങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പം ഞങ്ങൾ ഫോക്ക് ഇതിൻ്റെ ഭാഗമായി തെയ്യം വെച്ചു ഞങ്ങളുടെ ബുക്ക് ഫെസ്റ്റിവലിൽ. നല്ല റെസ്പോൺസ് ആയിരുന്നു. അതുപോലെ അയോധന കല എന്ന നിലക്ക് പുണ്യത്തങ്കം ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട തലശ്ശേരി ടൂറിസത്തിൻ്റെ കേരള ടൂറിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബ്രാൻഡായി മാറിയിട്ടുണ്ട്. ഒപ്പം ടോം ചോദിച്ചതുപോലെ എല്ലാവരെയും ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് സെക്ടറിന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒപ്പം സ്പോർട്സ് ആക്ടിവിറ്റീസിനെയും അതുപോലെ കൾച്ചറൽ ആക്ടിവിറ്റീസിനെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റാണ് ഞങ്ങളുടെ നേതൃത്വം. ഞങ്ങൾക്ക് നല്ല ടീമുണ്ട്. ടോമൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ട്. അത് ഭാവിയിലും ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.
നമ്മൾ ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ഒരു ഇൻക്ലൂസിവിറ്റി, അത് എല്ലാ തരം ആളുകളെയും ഒന്നിച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യുന്നൊരു സമ്മിറ്റാണ്. അപ്പം എൻ്റെ ഒരു അവസാനത്തെ ഒരു ചോദ്യത്തോടെ ഞാൻ ഈ സെഷൻ ഫ്ലോറിലേക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വറീസ് ചോദിക്കാൻ ഓഡിയൻസിന് ഓപ്പൺ ആക്കി കൊടുക്കും. അവസാനത്തെ ചോദ്യം ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സ്പീക്കർ ആയിട്ട് ഇപ്പം 3 വർഷം ആകുന്നു. ഒരു സ്പീക്കർ എന്ന പദവി ശ്രീ എൻ ഷംസീറിൻ്റെ രാഷ്ട്രീയ പ്രൊഫൈലിൽ, പൊളിറ്റിക്കൽ പ്രൊഫൈലിൽ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്ത ഒരു പ്രൊഫൈലാണ് സ്പീക്കർ. സാധാരണ കുറച്ച് വയസ്സൊക്കെ ആകുമ്പോഴാണ് സ്പീക്കറാക്കുന്നത് ആൾക്കാർ. ഒരു പൊളിറ്റിക്കൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് ഒരു ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഐ ആം എൻജോയിങ് ദിസ് പോസ്റ്റ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബൗണ്ടറീസോ എന്നെ സെറ്റ് ചെയ്തോ എനിക്ക് തോന്നിയിട്ടില്ല. ഏതാണോ ചുമതല നിങ്ങൾ ഏൽപ്പിക്കുന്നത് ആ ചുമതല സിൻസിയറായി നിർവഹിക്കുക. എന്നെ എൻ്റെ പാർട്ടി ചുമതലപ്പെടുത്തിയത് സ്പീക്കറായിട്ടാണ്. അപ്പോൾ ആ ചുമതല നല്ല നിലയിൽ നിർവഹിക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാനല്ല ജഡ്ജ് ചെയ്യേണ്ടത്, നിങ്ങളാണ്. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞ ഞാനൊരു പ്രാഞ്ചി ആയി പോലെ. അതുകൊണ്ട് നിങ്ങൾ പറയുക, ജനങ്ങൾ വിലയിരുത്തട്ടെ അയാൾ നല്ല സ്പീക്കറാണോ മോശം സ്പീക്കറാണോ എന്ന് ജനം വിലയിരുത്തട്ടെ. ഐ ആം ഗിവിങ് ദാറ്റ് ക്വസ്റ്റ്യൻ ടു ദ പീപ്പിൾ. സ്പീക്കർ നല്ലതാണോ ചീത്തയാണോ എന്നല്ല ചോദ്യം. സ്പീക്കർ നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് പൊതുവെ അംഗീകാരം എല്ലാവരുടെയും അഭിനന്ദനം ഏറ്റുവാങ്ങി. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പ്രൊഫൈല് നേരെ മുമ്പിലോട്ട് പോകുന്ന പ്രൊഫൈലിൽ അതേക്കുറിച്ച് സ്റ്റഡി ആയിട്ട് പിടിച്ചു നിർത്തുന്ന രീതിയിലേക്ക് മാറിയോ? കാരണം ഒരു അഗ്രസീവ്നെസ്, അതായത് സ്പീക്കർ ആകുമ്പം ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ പേഷ്യൻസ് ഒക്കെ കുറച്ച് കാണിക്കണം. ആ ഒരു സ്പീഡ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഗ്രോത്ത് ഒന്ന് കുറച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ഗ്രോത്ത് ഒരിക്കലും കുറച്ചതായി എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്തത്. പിന്നെ ഈ പൊസിഷൻ ഞാൻ നോക്കിയപ്പോൾ എനിക്കാദ്യം അറിയില്ലല്ലോ, ഒരു പ്രസിഡന്റ് വന്നു. ഞാൻ സ്പീക്കറായ ഉടനെയാണ്. അപ്പോൾ 8:45 ട്രെയിന്. പ്രസിഡൻറ്റിൻ്റെ കൂടെ ഹെഡ് ടേബിളിൽ സ്പീക്കറായിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്വഭാവം തിന്നിട്ട് വേഗം എണീച്ച് പോക്കല്ലേ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ തിന്നിട്ട് വേഗം എണീച്ച് ട്രെയിൻ ടൈം ആയതുകൊണ്ട് അപ്പോഴാണ് എൻ്റെ അഡീഷണൽ PS-ൻ്റെ കുറിപ്പ് വരുന്നത്, അർജുൻ്റെ. അല്ല, അങ്ങനെ എണീക്കാൻ പറ്റൂല. പ്രസിഡന്റ് എഴുന്നേറ്റാൽ മാത്രമേ എഴുന്നേക്കാൻ പറ്റൂ. നിങ്ങളെല്ലാം നാളെ ഇരിക്കുന്നതിൽ ശ്രദ്ധിക്കണം കേട്ടോ. നാളെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഡിന്നർ ഇരിക്കേണ്ട കിട്ടിയ അവസരം കിട്ടിയാൽ നമ്മളപ്പോൾ തിന്ന് കൈയും കൈ പോകാൻ പറ്റില്ല. അവർ എഴുന്നേറ്റാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. അപ്പോൾ അതെ, അങ്ങനെയാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ. അതെ, അതിൻ്റെ പ്രോട്ടോക്കോൾ. അപ്പോൾ ഇവരൊക്കെ നമ്മളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക. 1 മണിക്ക് ബെല്ലടിക്കുക. എൻ്റെ ഫാദറെ വീട്ടിൽ പോയി 1 മണിക്ക് ബെല്ലടിക്കും. ബെല്ലടിച്ച് ഭക്ഷണം കഴിച്ച് ഒരു ഹാർഡ്ലി 1 കിലോമീറ്റർ നടന്നിട്ട് പോകണം, തിരിച്ചിങ്ങോട്ട് വരണം. 1:30 വന്നാലേ കളിക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ സ്പീഡാണ് എൻ്റെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഇവൻ കുറിപ്പ് വന്നു, അർജുൻ കുറിപ്പ് വന്നല്ലേ, എഴുന്നേൽക്കാൻ പാടില്ല. അതറിഞ്ഞിട്ട് ഞാൻ എണീറ്റ് പോയിരുന്നു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗ്രൂപ്പുകളിലേക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ഗ്രോത്തിനെയൊന്നും ബാധിച്ചു ഞാൻ വിശ്വസിക്കുന്നില്ല. ഒപ്പം നല്ല എന്താണ് ഒരു മനുഷ്യന് ഏറ്റവും ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ പ്രധാനമാണ്. നിങ്ങളെല്ലാം കുട്ടികൾ പഠിക്കേണ്ട കാര്യം അതാണ്. ജെയിൻ ഫോക്കസ് ചെയ്യേണ്ട കാര്യം EI എന്നൊരു വാക്കുണ്ട്, ഇമോഷണൽ ഇൻ്റലിജൻസ്. നമുക്ക് പലർക്കും ഇല്ലാത്ത കാര്യമാണത്. ഇപ്പം ചോദ്യം ചോദിക്കുമ്പോൾ ചിലക്ക് ദേഷ്യം കൂട്ടിക്കും. അപ്പം ഞാനങ്ങനെ ഇമോഷണൽ ഇൻ്റലിജൻസ് നല്ല ആൾക്കുള്ള ആളാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിലും ഏറെക്കുറെ ഇമോഷണൽ ഇൻ്റലിജൻസ് ലഭിക്കാനും ഒപ്പം നല്ല ക്ഷമയുള്ള ആളായിട്ട് മാറാനും ഇതുകൊണ്ട് കഴിഞ്ഞു എന്നാണ്. ചിലരിങ്ങനെ ആക്ഷേപിക്കുന്നുണ്ടാവും. സ്പോളർ രംഗത്ത് ചിലപ്പോൾ ആര് പറഞ്ഞാലും കേൾക്കൂല. ഇരിക്കെന്ന് പറഞ്ഞാൽ അപ്പം നിൽക്കുക ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇരിക്കെന്ന് കൈകൊണ്ട് കാണിച്ചാൽ 2 ആൾ നിന്നിട്ട് വർത്താനം പറഞ്ഞപ്പോൾ 4 ആൾ എണീക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ 4 ആൾ ഇരുത്തിച്ച് നോക്കുമ്പോൾ അപ്പാടെ ഇപ്പുറത്ത് എണീക്കും. നിങ്ങൾ ഇതൊക്കെ ടീച്ചേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ അപ്പുറത്തിനാണ് ഇരിക്കും. ഞാൻ ആരെ കൺട്രോൾ ചെയ്യുന്നത്? അയ്യോ, വമ്പന്മാരെയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷമയുള്ള ആളായി മാറാൻ കഴിയുമെന്നാണ് എൻ്റെ ബോധ്യം. ഏറ്റവും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള MLA ആരാ? അതൊന്നും പറഞ്ഞ് ഇലക്ഷനിലേക്ക് പോകുന്നേ, വെറുതെ അയാളെ പ്രശ്നത്തിലാക്കണ്ട. ഇനി ഞാൻ കാരണം ഒരു MLAക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ട. നമുക്ക് എന്നാൽ ഏറ്റവും ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ള MLA ആരാ? MLAമാർ ഏതാണ്ട് എല്ലാ ആളുകളും പറഞ്ഞാൽ കേൾക്കും. ഞാനിപ്പോൾ നിങ്ങൾ പറയും ഇലക്ഷൻ ഫോർ ഫ്രണ്ട് നിന്നിട്ട് ഞാൻ ഒരാൾക്ക് നല്ലതെന്ന് പറയുന്നില്ല, ചീത്ത, നല്ല രീതിയിൽ തന്നെ നല്ല MLAമാർ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതെങ്കിലും ചോദ്യങ്ങൾ ഓഡിയൻസിൽ നിന്ന് എടുക്കാം. സ്പീക്കറോട് ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, വിവിധ കാര്യങ്ങൾ, തലശ്ശേരി എന്ന കോൺസ്റ്റിറ്റ്യുവൻസി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്, പൊളിറ്റിക്കൽ ജേർണി, പല കാര്യങ്ങളും സംസാരിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ വൈറ്റ് ഷർട്ട്.
സ്പീക്കറുടെ ആകാരം. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എൻ്റെ പേര് മെഹബൂബ് എന്നാണ്. ഞാൻ നൗഫലിൻ്റെ ഫാദറാണ്. യെസ് യെസ് കം. മദറുണ്ട്. അപ്പോൾ ഈ 2 ചോദ്യമുണ്ട്. ഒന്ന്, നിയമസഭയിൽ ഒറ്റൊന്നേ വിടുള്ളൂ, രണ്ടെണ്ണം ഒന്നിച്ച് വിടൂല. യെസ്, ചോദിച്ചതല്ലോ. അല്ല, കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിന് ഒരു ഭരണകക്ഷി MLA ശാസിച്ചിരുത്തുന്ന കേട്ട് ചോദ്യത്തിലേക്ക് വരണം, അത് കമൻ്റാണെന്ന് പറഞ്ഞിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു താക്കീതും സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായി കേട്ടിരുന്നു. ഒന്ന്, ഈ ഭക്ഷണം, ഈ തലശ്ശേരിക്കാരുടെ മഹത്വം പറഞ്ഞു ഭക്ഷണത്തെക്കുറിച്ച്. പക്ഷേ ഏറ്റവും കൂടുതൽ കൊഴുപ്പ്, എണ്ണ, നെയ്യ് ഉപയോഗിക്കുന്ന ഭക്ഷണ രീതി, അതുകൊണ്ടായിരിക്കാം ഈ ഹെൽത്ത് സെക്ടറിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും ആശുപത്രികളുടെ എണ്ണം. ഒന്ന്, അപ്പോൾ ആ കൾച്ചറിലൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമല്ലേ. 2, ഈ CP ശ്രീധരൻ സാറ്, വീക്ഷണം പത്രാധിപർ, അദ്ദേഹം തന്നെ വളരെ മെല്ലിച്ച ഒരാളായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു കാണുമ്പോൾ ഈ മലബാറുകാരുടെ ഭക്ഷണ രീതി, പ്രത്യേകിച്ച് ആ കൾച്ചറിലൊരു മാറ്റം വരുത്തേണ്ട ആവശ്യത്തെക്കുറിച്ച്. രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറായിരുന്നു കേരളത്തിലേത്. 32-ാം വയസ്സിൽ. അദ്ദേഹത്തിന് നല്ല ഫ്യൂച്ചർ ഉണ്ടായിരുന്നു. ടോം അക്കാര്യത്തിൽ നമ്മളുടെ സ്പീക്കറെ കുറിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശേഷമാണ് 56-ാം വയസ്സിൽ മരണപ്പെടുന്നത്. ഫ്യൂച്ചർ ഉണ്ട് AN ഷംസീറിന്. യെസ്, ഇവിടെ അദ്ദേഹം ചോദിച്ച ചോദ്യം ഈ ഭക്ഷണത്തിൻ്റെ ഇതുകൊണ്ടൊന്നല്ല. ആള് എനിക്ക് തോന്നുന്നു അന്നെ തന്നെ കുത്തിയതായിരിക്കും ഒരു പക്ഷേ. ആ ചോദ്യം ഈ ഫാറ്റിയും ഹൈറ്റും വെയിറ്റും ഒക്കെ വെച്ച് തോന്നുന്നു മിക്കവാറും ഇൻഡയറക്റ്റ് എനക്കിനുള്ള കുത്താണത്. തലശ്ശേരി ഞങ്ങളെ ഹെൽത്ത് സെക്ടറിനെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടല്ല. ഞങ്ങൾ ഹെൽത്ത് എല്ലായിടത്തും പ്രശ്നമാണ്. നമ്മൾ ഹെൽത്ത് ഭക്ഷണത്തോടൊപ്പം തന്നെ ഈ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. ഹെൽത്ത് കെയറിനെ കുറിച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവണം പുതിയ ജനറേഷന്. ഞങ്ങൾ ആ നിലയിൽ ക്യാമ്പയിൻ തലശ്ശേരിക്കകത്ത് ആരംഭിച്ചു. ഇപ്പം തലശ്ശേരിക്കാരെ ഭക്ഷണം കഴിക്കണം നിർത്താൻ പറ്റുന്നില്ല. അതേസമയം അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക, സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക്, ഹെൽത്ത് ഫിറ്റ്നസിനെ കുറിച്ച്, അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് റണ്ണും മറ്റുമൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ക്യാൻസർ സെൻറ്റർ എന്ന സ്ഥാപനം നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയേക്കും ആരംഭിച്ചത്. വളരെയധികം കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി. അങ്ങനെ ഒരു സ്ഥാപനം ഇല്ലെന്നായിരുന്നു പ്രചരണം. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ സെൻ്ററായി അത് മാറി. ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഭാവി, ഞങ്ങളുടെ തലശ്ശേരിയിലെ, ഇപ്പം നിങ്ങൾ വെല്ലൂർ പോകുന്നുണ്ട്, ടാറ്റയിൽ പോകുന്നുണ്ട്, അതുപോലെ ആളുകൾക്ക് വരാം. കാരണം ഈ മറ്റേ ഹെൽത്ത് ടൂറിസവും പ്രധാനമാണല്ലോ. അതിൻ്റെ ഭാഗമായി ആളുകൾക്ക് വരാൻ സാധിക്കുന്ന ഒരു സെൻ്ററാക്കി ഉയർത്തണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളതിന് ഫോക്കസ് ചെയ്തതെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. There's a question here. Yes. എഡ്യൂക്കേഷൻ പോളിസി ചേഞ്ച് ചെയ്ത കാര്യം അറിയാം. നമ്മളുടെ അടുത്ത തലമുറയെ ഇവിടെ പിടിച്ചു നിർത്താൻ ഏറ്റവും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ച ചോദ്യം തന്നെ, നിങ്ങളാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ എന്താണ് പുതിയ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാനുള്ള അടുത്ത മാനിഫെസ്റ്റോയിൽ ഒന്ന് വിശദീകരിക്കാമോ? ഇതുപോലുള്ള യൂണിവേഴ്സിറ്റികളെ പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി എന്തൊക്കെ പദ്ധതികൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് നിയമസഭക്ക് അവതരിപ്പിച്ചു, നിയമസഭ പാസ്സാക്കി. പക്ഷേ ഗവർണർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് തന്നെ ലെഫ്റ്റിൻ്റെ പോളിസി വിദ്യാഭ്യാസത്തോട് സമീപനം കാണിക്കുന്നത്. അത് ടോമിന് അറിയുന്ന കാര്യമാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് നിയമസഭക്ക് ഞങ്ങൾ കൊണ്ടുവന്നു, പാസ്സാക്കി. അതിപ്പം ഗവർണറുടെ അഫൻറ്റിന് വേണ്ടി കാത്തുകയാണ്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെ കൂടിയിരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ദർ നീഡ് സം സീരിയസ് ഇൻട്രോസ്പെക്ഷൻ. എന്താണത്? ഓസ്ട്രേലിയയിൽ 14-ാമത്തെ വയസ്സിൽ ജോലിക്ക് പോകും കുട്ടികൾ. 14-ാമത്തെ വയസ്സിൽ നമ്മൾ ആരെങ്കിലും വിടുന്നുണ്ടോ അങ്ങനെ? അപ്പോൾ ഏൺ വൈൽ യു ലേൺ, ആ ഒരു തിയറി ഫലപ്രദമായി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടി ജോലിക്ക് പോകണം. ഈ ക്യാമ്പസിൻ്റെ ടൈം തന്നെ ഇങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന്. രാവിലെ 9 മണിക്ക് വന്ന് വൈകുന്നേരം 5 മണി എന്നേ ഈ പഠിക്കേണ്ട ഇത്ര കാര്യം. നിങ്ങൾ ആരെ അഡ്രസ്സ് ചെയ്യുന്നത്? ജെൻസിയെ, ജെൻ ആൽഫയെ. എനിക്ക് മൊബൈൽ ഫോണിൽ ആകെ അറിയാൻ ഫോൺ എടുക്കാനും വെക്കാനും വാട്സപ്പ് നോക്കാനും ഫേസ്ബുക്ക് നോക്കാനും ഇൻസ്റ്റാഗ്രാം എടുക്കാനും.
ഇന്ന് ഇതേ ഫോണെ കൊണ്ട് എൻ്റെ മോൻ എന്തൊക്കെ ചെയ്യുന്ന അറിയോ? നമ്മൾ ആരെ അഡ്രസ്സ് ചെയ്ത് ന്യൂ ജനറേഷനെയാണ്. നിങ്ങളിപ്പോൾ ഡോക്ടർമാരോട് പോയിട്ട് അഭിപ്രായം പറയുമ്പോൾ അവർ ചാറ്റ് GPT ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത നിങ്ങൾ പറഞ്ഞ ചെറിയ കുട്ടികൾ, എൻ്റെ മകൻ തന്നെ അവൻ്റെ ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോടെ കുത്തി വെക്കും. എന്നിട്ട് പറയും ഇതാ പ്രശ്നമാണേ. അതാണ് ജനറേഷൻ. ആ ജനറേഷനാണ് നിങ്ങൾ രാവിലെ 9 മണി മുതൽ 5 മണി വരെ ഇരുത്തിക്കുന്നത്. അതൊന്നും ആവശ്യമില്ല. കുട്ടികൾ കൈയടിച്ചിന് അർത്ഥം. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് പുറകെ പോയിരിക്കാനല്ല. 8:30 മണി മുതൽ 1 മണി വരെ ആക്കി 1 to 2:30 ബ്രേക്ക്, ഒരു 3 to 8 ജോലി ചെയ്യാൻ. അപ്പം നിങ്ങൾ ജോലി ചെയ്തിനോ? ഇല്ല. ആ അനുഭവത്തിൽ നമ്മൾ പറയാണ്, ജോലി ചെയ്ത് സ്വന്തം പഠിക്കണം. ഇനി പുറത്തേക്ക് പോകുന്നു, എന്താ അത് എനി പ്ലേസ് ഈസ് ബെറ്റർ ദാൻ മൈ പ്ലേസ് എന്ന് ചിന്തയുണ്ട് പലർക്കും. ഏത് സ്ഥലവും എൻ്റെ സ്ഥലത്തേക്കാൾ മികച്ചതാണ്. അതാണ് വളരെ അങ്ങ് ഓടിപ്പോകുന്നതിന് ഞങ്ങളെ എതിരല്ലോ കേട്ടോ. പക്ഷേ ദോസ് ഹു ആർ ഗോയിങ് ഔട്ട്സൈഡ് ഫോർ സ്റ്റഡീസ് ദേ നീഡ് സ്കോളർഷിപ്സ്. അല്ലാതെ ഇവിടുന്ന് 25 ലക്ഷം ലോൺ കൊടുത്തല്ലോ പോയി പഠിക്കണ്ടേ. അതെനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇപ്പോൾ സ്പീക്കർ ആയതിനു ശേഷം ഒരുപാട് രാജ്യം കണ്ടു. സ്പീക്കർ ടോം ചോദിച്ചല്ലോ എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ ആളുകൾ എത്തി. അങ്ങനെ യൂറോപ്പിലും US ലോകരാജ്യങ്ങളിലും പോയപ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് ചിലർ വരും. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം പറയില്ല. മലയാളം കേൾക്കുമ്പോൾ അവർ വരും, സാർ ഞാൻ പറഞ്ഞു എന്തേനു? അവർ പഠിക്കാൻ വന്നവരാ, പാർട്ട് ടൈം ജോബ് ചെയ്യാണ്. അവിടെ പോയി ജോലി ചെയ്യാൻ മലയാളിക്ക് പറ്റുന്നത് ഇവിടെ ചെയ്തുകൂടെ? ഇവിടെ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എനിക്ക് വളരെ പ്രൗഡോടെ പറയാം, ഞാനൊരു കല്യാണത്തിന് പോയപ്പം തലശ്ശേരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ കുട്ടികൾ, അവർ ഈ കുട്ടികളാണത്ര സപ്ലൈ ചെയ്യുന്നത്, ബുഫറ്റ് ഇതിന് സപ്ലൈ ചെയ്യുന്ന കാറ്ററിംഗ് കുട്ടികളായിട്ട് വർക്ക് ചെയ്യുന്നത്. അതൊന്നും കുറ്റമല്ല, അതൊന്നും നല്ല കാര്യമാണ്. അതിന് ബോധപൂർവ്വം പാരൻസ് പ്രൊമോട്ട് ചെയ്യണം. പാരൻസിൻ്റെ ഈ ഫോൾസ് പ്രസ്റ്റീജ് ഒഴിവാക്കണം. അവരാ രീതിയിലേക്ക് ട്രെയിൻ ചെയ്യണം. അത് ജെയിൻ തന്നെ നിങ്ങളുടെ അക്കാഡമിക് കലണ്ടറിനകത്ത് ചിലപ്പോൾ സാറും മാഡം ഒന്നും വിടൂലെങ്കിലും അത് സീരിയസ് ആയ ഒരു ഇൻട്രോസ്പെക്ഷനും റീതിങ്കിങ്ങിന് വിധേയമാക്കണം. നിങ്ങൾ തന്നെ ജോലി കൊടുക്കുകയും വേണം. നമ്മൾ ആ ഒരു കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ് ടൈമിങ്സ് 4 മണിക്കൂറേ ഉള്ളൂ. അതുപോലെ തന്നെ കുട്ടികൾ പാർട്ട് ടൈം ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഏത് ജോലിയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന ഐഡിയോളജി. ഇനി ആരെങ്കിലും ചോദ്യങ്ങളുണ്ടോ നമുക്ക്? അപ്പം ഇത്രയും സമയം നമ്മളോടൊപ്പം ഒരാളവിടെ ഒരു ലേഡി, ഒരു സ്ത്രീ പാണ്ഡിത്യം കൊടുത്തിട്ടില്ല എന്ന് വേണ്ട അല്ലേ? എൻ്റെ പേര് സിനി പഴയടത്ത്. ഞാനൊരു പ്രവാസിയാണ്. ഇന്ന് ഈ സെഷനിൽ വരാൻ പറ്റിയത് വളരെ സന്തോഷം. സ്പീക്കർ സ്പീക്സ് വെരി വെൽ. നന്നായിരിക്കണു. നല്ല ടോക്കായിരുന്നു. എൻ്റെ ഇപ്പം പറഞ്ഞതിനോട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ പ്രവാസികളായിരിക്കില്ലേ, ഞങ്ങൾ ഈ കഴിഞ്ഞ 2-3 വർഷം ഒത്തിരി സ്റ്റുഡൻസ് അവിടെ വരുന്നതായിട്ട് കണ്ടു. നേരത്തെ സ്പീക്കർ പറഞ്ഞു ഇവിടെ ജൂൺ 5 ഒരു എക്സാമ്പിൾ എടുത്തു, ചെടികൾ വെക്കേണ്ട കാര്യം. പക്ഷേ നാട്ടിൽ വരുമ്പോഴത്തെ ഒരു വിഷമം, ജൂൺ 5 ചെടികൾ വെക്കാൻ യുവജനങ്ങൾ ഇവിടെ ഇല്ല. അവരെല്ലാം അവരുടെ കംഫർട്ട് സോണിലേക്ക് മാറാണ്. അപ്പം എനിക്ക് കിട്ടിയൊരു ഒപ്പീനിയൻ ഞാനിവിടെ ഷെയർ ചെയ്യാണ്. ഞാൻ ചോദിക്കാറുണ്ട് ഈ സ്റ്റുഡൻസിനോട്, നിങ്ങളൊക്കെ എന്തേ കേരളം വിട്ടു പോരണേന്ന്. അപ്പോൾ പലരും പറഞ്ഞ ഒരേ പോയിൻ്റ്, അവരുടെ വരുമാനം വളരെ വളരെ താഴ്ന്ന വരുമാനമാണ്. ഇവിടെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന ശമ്പളം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഫൈനാൻഷ്യൽ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേരളം വിടണേന്നാണ് അവർ പറഞ്ഞത്. അപ്പം പഠിപ്പ് കഴിഞ്ഞാലും അവർക്ക് നല്ലൊരു ഇൻകത്തോട് കൂടിയുള്ളൊരു ജോലിയെ എൻകറേജ് ചെയ്യണം എന്നുള്ളൊരു ഒരു മെസ്സേജ് ഷെയർ ചെയ്യണു. താങ്ക് യു വെരി മച്ച്. ഇതിലിപ്പോൾ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. കാരണം ഇനി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നാൽ നിങ്ങളും വിടൂല, ഞാനും പറയും നാളെ രാവിലെ അസംബ്ലി തുടങ്ങേണ്ടതാണ്. അതിനിപ്പോൾ ഇങ്ങക്കാർക്കും ഇരിക്കാൻ കഴിയും, ഞാൻ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ട്രെയിൻ അങ്ങോട്ട് പോകുന്നുള്ളതുകൊണ്ടാണ്. ഇതിലിപ്പോൾ ഇവർ പറഞ്ഞ പോയിന്റ്, ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിനകത്ത് സർക്കാർ അപ് ടു ഹയർ സെക്കൻഡറി ഇപ്പോൾ ഡിഗ്രി വരെ ഫ്രീ ആണ് ഇവിടെ പഠിപ്പിക്കൽ. ഡിഗ്രി വരെ കുട്ടികൾക്ക് ഫ്രീ ആയി പഠിക്കാൻ കേരളത്തിൽ. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ എബ്രോഡ് വലിയ സാലറി കിട്ടും. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ വിദേശത്ത് അങ്ങനെ പോകുന്ന ആളല്ലെങ്കിൽ പോയപ്പോൾ എന്താ സ്ഥിതി? ഇപ്പോൾ കേരളത്തിൻ്റെ റെമിറ്റൻസ് ഇത്രയായിരുന്നു നേരത്തെ. കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ് റെമിറ്റൻസ് ആയിരുന്നു. മിഡിൽ ഈസ്റ്റ്, പ്രവാസ ലോകത്ത്. ഇപ്പോൾ അത് കുറഞ്ഞില്ലേ? ഇപ്പം എങ്ങോട്ടേക്കാണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്? US, UK, യൂറോപ്പ്. എന്താ സംഭവിക്കുന്നത്? അവരിങ്ങോട്ട് വരുന്നില്ല. റെമിറ്റൻസ് ഇല്ലാതാവുന്നു. എങ്ങനെയാ? ആദ്യം ഒരുത്തനാണ് പഠിക്കാൻ പോകും.
പഠിച്ച് പാർട്ട് ടൈം ജോലി ചെയ്ത് ലോണൊക്കെ വീട്ടി പിന്നെ അവൻ അവിടെ നിന്ന് മെല്ലെ ചാടും, ഒരു ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മെല്ലെ മംഗലം കഴിക്കും. മംഗലം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും പ്രസവിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ആദ്യം ഭാര്യനെ കൂട്ടും, പിന്നെ പ്രസവിക്കും. പിന്നെ ആദ്യം പറയും ഒരു കാര്യം ചെയ്യുക, എൻ്റെ അമ്മേനും അച്ഛനെയും കൂട്ടാം. പെൺകുട്ടിയുടെ ഭാര്യയുടെ അമ്മേനും അച്ഛനെയും കൂട്ടും. പിന്നെ ഇവൻ്റെ അച്ഛനെ അമ്മയും കൂട്ടും. ഇവരിങ്ങോട്ട് വരുന്നില്ല, റിമിറ്റൻസ് ഇങ്ങോട്ട് ഉണ്ടാവുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ കാരണം? അവരാരും തന്നെ റെൻറ്റഡ് ഹൗസ് അല്ല, അവരൊക്കെ സ്വന്തം ജോണൊക്കെ ഇരിക്കുന്നുണ്ട്, സ്വന്തമായി വീട് എടുക്കുക. എന്താ കാരണം? EMI കൂടുതലാണ്, EMI കുറവാണ് കമ്പയർ ടു റെൻറ്റ്. അതുകൊണ്ട് സ്വന്തം വീട് വാങ്ങിച്ചപ്പോൾ ഇനി ഇങ്ങോട്ട് ആരെങ്കിലും വരില്ല. അപ്പം നമ്മൾ കാണേണ്ടത് നാട്ടിൽ വളരെ ഗൗരവമായി നമ്മൾ ഇടപെടേണ്ട കാര്യം, പുറത്ത് പോകുന്ന അവർ തിരിച്ചിങ്ങോട്ട് വരണം. പിന്നെ സാലറി എന്നൊക്കെ പറയുമ്പം കേരളം കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് നല്ല സാലറി ഉണ്ട്. അതിപ്പോൾ സാലറി കൂട്ടലൊക്കെ എനിക്കറിയില്ല, അത് ഒരാളുടെ ആഗ്രഹമായിരിക്കുമല്ലോ. ഇപ്പോൾ 25 ലക്ഷം കിട്ടണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്ന തെറ്റൊന്നുമല്ല, പക്ഷെ അതൊന്നും ഇവിടുന്ന് കിട്ടൂല. അപ്പം അത് ആ രീതിയിലേക്ക് എല്ലാവരും വലിയ വലിയ ചിന്തകളായി വരുമ്പം ചിലർ പോകും. അതിപ്പോൾ നമുക്ക് തടയാൻ പറ്റുന്നതല്ല. പക്ഷേ കേരള സംസ്ഥാനത്ത് തന്നെ നിങ്ങൾ നിൽക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. കാരണം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ചെലവഴിച്ചിട്ടുണ്ട്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ മാഡം പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു, ചിലർ പോകുന്നുണ്ട്. അതാണ് ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കി പറയരുത്. അത് ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാഡം പറയുന്നതിനോട് യോജിക്കുന്നില്ല. പക്ഷേ ഒറ്റപ്പെട്ട രീതിയിലുണ്ട്, ഐസൊലേറ്റഡ് ആയ സംഭവങ്ങളുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് അങ്ങ് എല്ലാ MLA-മാരും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ബിസിയാണ് ഇലക്ഷൻ വരുന്നതനുസരിച്ച്. അപ്പോൾ ഇത്രയും നമ്മളോടുള്ള സ്നേഹം അല്ലെങ്കിൽ നമ്മളുടെ സൗഹൃദം, അങ്ങ് പറഞ്ഞതുപോലെ ഹാർട്ട് റിലേഷൻ, അത് വളരെ ബോൾഡായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിനുള്ള നന്ദി. പിന്നെ ചോദ്യം ചോദിച്ച ആൾ പറഞ്ഞു എനിക്ക് തോന്നുന്നു CHനെ കുറിച്ചായിരിക്കും പറഞ്ഞത്, സ്പീക്കറായതിനു ശേഷം മുഖ്യമന്ത്രിയായത്. ആ ചരിത്രം ആവർത്തിക്കപ്പെടട്ടെ. സ്റ്റേറ്റ്മെന്റ് ഇറക്കി പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന ആശംസയോടെ നമുക്ക് ഈ ഒരു ഫയർസൈഡ് ചാറ്റ് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു.